സൂം മീറ്റിംഗ് ആരംഭിക്കാം. എല്ലാ വ്യാഴാഴ്ചയും ലോകപ്രശസ്തരായ നിരവധി വിജയികളായിട്ടുള്ള ആളുകൾക്ക് പ്രചോദനമായിട്ടുള്ള ബുക്കുകൾ വളരെ ലളിതമായി മലയാളത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് രമേശ് മാഷ്. നമുക്കറിയാം, വായന അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഇന്ന് പലരും വായനയില്ല. എല്ലാവരും മൊബൈലും കമ്പ്യൂട്ടറും ആ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകുമ്പോൾ വായന ഇന്ന് മറന്നുപോയിരിക്കുക. അപ്പോഴാണ് നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു കിട്ടുന്ന ലോകപ്രശസ്തരായിട്ടുള്ള നിരവധി എഴുത്തുകാരുടെ, നിരവധി പ്രഗത്ഭരായ ആളുകളുടെ പുസ്തകം, വിവിധ ഭാഷകളിലുള്ള, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലുള്ള പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് നമുക്ക് വളരെ ലളിതമായി മാഷ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ വാക്കുകളുടെ അന്തസത്ത ഉൾക്കൊള്ളുമ്പോൾ പല ആളുകളിലും ഉറങ്ങിക്കിടക്കുന്ന അവരവന്റെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അവന്റെ ഹൃദയാന്തരാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള ആ ബുക്കിന്റെ എല്ലാ അർത്ഥതലങ്ങളും നമ്മളിലേക്ക് വളരെ ലളിതമായി സന്നിവേശിപ്പിക്കുകയാണ് രമേശ് മാഷ്. നമുക്ക് ഇപ്പൊ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന റോബിൻ ശർമ്മയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇത്തുകൈ എന്ന പുസ്തകത്തിന്റെ ആ പരിചയപ്പെടുത്തലാണ്. അത് തന്നെ കഴിഞ്ഞ സൂം മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ സെക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ കൂടുതൽ സമയം അപഹരിക്കുന്നില്ല. രമേശ് മാഷെ വളരെ സ്നേഹാദരത്തോടുകൂടി ഈ സൂമിലേക്ക് നമുക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തി തന്ന് നമ്മളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു ജേക്കബ് സാർ. ആദ്യമേ ഒരു ചെറിയ തിരുത്ത്. ഇത് റോബിൻ ശർമ്മയുടെ പുസ്തകമല്ല, ഇത് ഹെക്ടർ ഗാർഷിയും ഫ്രാൻസിസ് മിറാൽസ് ഇതാണ്. സാർ കുഴപ്പമില്ല, അതൊരു ഓക്കെ, താങ്ക് യു. കാരണം അതിന് മുമ്പുള്ള ചില കാര്യങ്ങളാണ് നമ്മളത് പറഞ്ഞത്. ഏതായാലും വളരെ സന്തോഷം ഈ സായന്തനത്തിൽ വ്യാഴാഴ്ച എല്ലായ്പ്പോഴും 8 മണിക്ക് നിങ്ങളെ കാണാനും നിങ്ങളോട് സംവദിക്കാനും സാധിക്കുന്നതിൽ ഈ പ്ലാറ്റ്ഫോമിന് നന്ദി, എസ്പെഷ്യലി യാനം ഓർഗനൈസേഷന് നന്ദി. നമ്മളിപ്പോ 3ാമത്തെ പുസ്തകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് പുതിയ ആൾക്കാരുണ്ടാവാം, അതുകൊണ്ട് ഒരാമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ ജേക്കബ് സാർ വളരെ വിശദമായി സൂചിപ്പിച്ചൊരു കാര്യം, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലെ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പുസ്തകങ്ങളാണ്. വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഏറെ സത്യമാണ്, യാതൊരു സംശയമില്ല. ഇന്ന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ പ്രൊഫഷണൽ എക്സലൻസി ചെയ്യുന്ന വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെ കുറച്ച് അധ്യാപകരുമായി, ഇംഗ്ലീഷ് അധ്യാപകരുമായി സംവദിക്കാൻ എനിക്ക് സാധിച്ചു. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു എന്റെ ടോപ്പിക്. അത് കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി കണ്ണൂരിലായിരുന്നു ഞാൻ സംസാരിച്ചത്. അപ്പൊ ഞങ്ങളൊക്കെ ആകുലതയോടെ പറഞ്ഞൊരു കാര്യം കുട്ടികളുടെ വായനയെ കുറിച്ചിട്ടാണ്. വായനയുടെ ഒരു വലിയ പ്രസക്തിയെ കുറിച്ച് ആണ് നമ്മളവിടെ ചർച്ച ചെയ്തത്. ഇപ്പോൾ അതിൽ വലിയ പ്രസക്തിയുണ്ട്. കാരണം വായിക്കുക തന്നെ വേണം. നമ്മൾ ഓഡിയോ ടെക്സ്റ്റിലേക്കൊക്കെ മാറുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഡിജിറ്റൽ ലേണിംഗിലൊക്കെ വരുന്ന സമയത്ത് വായനയ്ക്ക് ഒരു പ്രത്യേകത, അത് നിങ്ങളുടെ തലച്ചോറുണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം കൂടെ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വായനയുടെ പ്രസക്തി ഏറെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാം. ഒരു നിശ്ചിത സമയം എല്ലാ ദിവസവും, പ്രത്യേകിച്ച് മോട്ടിവേഷൻ പോലുള്ള പുസ്തകങ്ങൾ ആണ് നല്ലത്. നിങ്ങൾക്ക് ഇനി അഥവാ നിങ്ങൾക്ക് നോവലൊക്കെ വായിക്കുന്നവരാണെങ്കിൽ വായിച്ചുകൊള്ളാൻ ഇതൊന്നുമല്ല. ഒരു ശാന്തമായിരുന്ന ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുന്നു. നിങ്ങളുടെ ഒരുപാട് ബ്രെയിനിൽ ന്യൂറോൺസ് ഉണ്ടാവുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഇക്കിഗായ് എന്ന പുസ്തകമാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പലരും ഈ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങണം എന്നാണ് അഭ്യർത്ഥന. അത് മലയാളത്തിൽ അവൈലബിൾ ആണ്, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും അവൈലബിൾ ആണ്. ഞാൻ ഇംഗ്ലീഷ് പുസ്തകമാണ് ഇവിടെ മാതൃകയായിട്ട് എടുത്തിരിക്കുന്നത്. മലയാള പുസ്തകം ഞാൻ കണ്ടതല്ലാതെ ഞാൻ വായിച്ചിട്ടില്ല. ഇക്കിഗായ് എന്ന പുസ്തകത്തിന്റെ പ്രസക്തി ഈ 2026 കാരണം 50 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ആൾക്കാരുടെ മരണം കൂടി വരുന്നു. നമുക്ക് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ്. അപ്പൊ ഏതാണ്ടൊരു 10 മിനിറ്റ് മുമ്പ് എനിക്ക് വന്ന ഒരു വാട്സപ്പ് മെസ്സേജ്, 53 വയസ്സുള്ള ഏതാണ്ട് എന്റെ സമകാലികനായ എന്റെ നാട്ടുകാരൻ മരിച്ചു എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 80-90 വയസ്സുള്ള വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 60-70 അത് ചുരുങ്ങുകയും ഇപ്പൊ 45-55 ഇടയിലൊക്കെയുള്ള മരണം ഉണ്ടാവുകയും ചെയ്യുന്ന വലിയ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
ഈ പുസ്തകത്തിന് അതിന് പ്രസക്തിയുണ്ട്. ഞാൻ നേരെ സമയം ആലോചിച്ചൊരു വിഷയം ഇത് തന്നെയാണ്. എന്തുകൊണ്ട്? വൈദ്യശാസ്ത്രം അതിന് വ്യക്തമായ കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ കാരണങ്ങൾ മാത്രം വൈദ്യശാസ്ത്രം പറയുന്നുള്ളൂ. എത്ര പേർ അത് ചെയ്യുന്നുണ്ട്? അത് ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ കഥയാണ് അല്ലെങ്കിൽ ജീവിതമാണ് ഇക്കിഗായ്. ആമുഖമായി പറയുന്നത് പുതുതായി വന്നവർക്ക് വേണ്ടിയാണ്. ഇക്കിഗായ് എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് വാക്കാണ്. ഒക്കിനാവ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഉള്ള ജനതയുടെ ഒരു പ്രത്യേകത, അവർ വളരെ ചെറുപ്പക്കാരാണ്, 100 വയസ്സിലും. അതായത് തന്റെ ഒരു 30-40 വയസ്സിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശക്തരായ സ്ത്രീ പുരുഷന്മാരാണ് 100-120 വയസ്സിൽ ഒക്കിനാവയിലുള്ളത്. അതിന് രഹസ്യം തേടിപ്പോയ ഹെക്ടർ ഗാർഷിയും ഫ്രാനിഷ് മിസ്രൈൽസ് രണ്ടുപേര് എഴുതിയ അനുഭവമാണ് ഇക്കിഗായ്. ഇത് എവിടെയാണ് പ്രസക്തി? എന്തുകൊണ്ട് ഈ പുസ്തകം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, കേൾക്കുന്നവർക്ക് പ്രാധാന്യം ഉണ്ടാവുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുസ്തകം തിരഞ്ഞെടുക്കണമെന്നുകൊണ്ടാണ് ഇതെടുത്തത്. എ ജപ്പാനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്നാണ് അതിന്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ജപ്പാനീസ് സീക്രട്ട് ആണ്, രഹസ്യമാണ്. നീണ്ട സന്തോഷമുള്ള ജീവിതം. 2 വാക്ക് അവിടെ പ്രധാനമാണ്. ഒന്ന് ലോങ്, 2 ഹാപ്പി. ഒരാൾ 100 വയസ്സ് വരെയോ 150 വയസ്സ് വരെയോ ജീവിച്ചിട്ട് അയാൾ അസ്വസ്ഥനാണെങ്കിൽ അത് ജീവിക്കാതിരിക്കുന്നതാണല്ലോ. ഇന്ത്യൻ മിഥോളജിയിലൊക്കെ പറയുന്ന പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാടക രൂപമാണിത്. ഒരു ദിവസം ഇത് വിട്ടുപോകേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് പണ്ട് ഒരിക്കലും മരിക്കാത്ത പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ അവസ്ഥയിൽ തന്നെ എത്ര കാലവും ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മനുഷ്യൻ ശാസ്ത്രത്തെ വളർത്തി കഴിഞ്ഞു. അതിനെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ആന്റി ഏജിങ് എന്ന് പറയുന്നു. ജെനറ്റിക്സിനപ്പുറം എപ്പിജെനറ്റിക്സ് ഒക്കെ വളർന്നു വലുതായ ഒരു കാലഘട്ടത്തിൽ ഡെത്ത് ഓഫ് ഡെത്ത് എന്ന ഒരു പുസ്തകത്തിൽ പറയുന്ന പോലെ ഡെത്ത് ഈസ് ഓപ്ഷണൽ. മരണം നിങ്ങൾക്ക് തീരുമാനിക്കാം. അധിക കാലമൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. 2040-42 കാലഘട്ടത്തിൽ ഇത് ഓപ്ഷനിലാവും. മൊബൈൽ ഫോൺ എന്നൊരു സാധനത്തെ കുറിച്ച് 980-70 കാലഘട്ടത്തിലെ നമ്മുടെ തലമുറക്കോട് അജ്ഞാതമായ ഒരു കാര്യമായി. പിന്നീട് വോക്കി ടോക്കിയും ഇന്ന് കൊച്ചു കുഞ്ഞു പോലും കളിക്കുന്ന ഈ കളിപ്പാട്ടമാകുന്ന ഈ മൊബൈൽ ഫോണും ഒരിക്കൽ സങ്കല്പമായിരുന്നു, ഇപ്പോൾ യാഥാർത്ഥ്യമായതുപോലെ ഡെത്ത് ഈസ് ഓപ്ഷണൽ, വെയിറ്റ് ആൻഡ് സീ. ഇതിന്റെ ചരിത്രമാണ്. ഇതിനൊക്കെ തുടങ്ങിയത്, ആ ഗവേഷണമൊക്കെ തുടങ്ങിയത് ഇക്കിഗായിയുടെ കാലഘട്ടത്തിലാണ്. അതിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് തന്നെ പറയാം. കാരണം ആ മേഖലയിൽ ലോഞ്ചിവിറ്റിയിൽ കുറച്ചൊക്കെ പഠിക്കാൻ താല്പര്യ വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ 2ാമത്തെ അധ്യായത്തിലാണ് എത്തിയിരിക്കുന്നത്. എങ്കിലും 1ാമത്തെ അധ്യായത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് 2ലേക്ക് വരാം. ഞാൻ എപ്പോഴും ഈ രീതിയിൽ അതാണ് ചെയ്യുന്നത്. ദ ആർട്ട് ഓഫ് സ്റ്റേയിങ് യങ് വൈൽ ഗ്രോയിങ് ഓൾഡ്. നമ്മൾ പ്രായമാവുന്നതിനിടയിൽ എങ്ങനെയാണ് നമുക്ക് ചെറുപ്പക്കാരനായി മാറാൻ പറ്റുക എന്നുള്ളതാണ് ഈ 1ാമത്തെ അധ്യായം. അതിൽ പറയുന്നത് നമ്മൾ 4 കാര്യങ്ങളാണ് നമ്മുടെ ഇക്കിഗായ്. ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തതയാണ്. അതിൽ ഓരോ വ്യക്തിക്കും ഓരോ ഇക്കിഗായും. അതെന്തൊക്കെയാണ്? ഒന്ന് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ വൊക്കേഷൻ, നിങ്ങളുടെ മിഷൻ. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ എന്തിനാണ് സ്നേഹിക്കുന്നത്, അഗാധമായി പ്രണയിക്കുന്നത്? നിങ്ങൾ ഏതിനാണ് ഏറ്റവും നിങ്ങളുടെ കഴിവ് ഏറ്റവും പ്രകടമാകുന്നത്? ഏത് മേഖലയിലാണ്? നിങ്ങളിൽ നിന്ന് ലോകം എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കേണ്ടത്? വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ എന്നീ 4 ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്താം. 5ഓളം സ്ഥലങ്ങളിലാണ് ഈ ബ്ലൂ സോൺസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്നത്. അത് ജപ്പാനിലെ ഒക്കിനാവ, ഇറ്റലിയിലെ സാർഡീനിയ, കാലിഫോർണിയയിലെ ലൊമാലിൻഡ, അതോടൊപ്പം തന്നെ കോസ്റ്ററിക്കയിലെ ദ നിക്കോയ പെനിൻസുല, ഇവിടെയൊക്കെയാണ്. അതുപോലെ ഗ്രീസിലെ ഇക്കാരിയ എന്നീ നാടുകളിലൊക്കെയാണ് ഏറ്റവും ആരോഗ്യമുള്ള ജീവിച്ചത്. അവർ പറയുന്ന 1ാമത്തെ കാര്യം, നിങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വയറിന് 80% മാത്രമേ കഴിക്കാവൂ, ബാക്കി വിട്ടേക്കുക. അതാണ് 80% പ്രിൻസിപ്പിൾ. 2ാമത്, നിങ്ങൾ
നിങ്ങൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെടുക, കണക്റ്റഡ് ഫോർ ലൈഫ്. മൊയ് എന്നാണ് അതിന് മറ്റൊരു വാക്ക് ജപ്പാനിൽ പറയുന്നത്. ഇത് 2-ാം അധ്യായം നമ്മൾ തുടങ്ങി. ആന്റി ഏജിങ് സീക്രട്സ്, അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായമാവാത്ത ഒരവസ്ഥ, അതിലെ രഹസ്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് മനോഹരമായ ഒരു ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്ന അധ്യായത്തിന്, ലിറ്റിൽ തിങ്സ് ദാറ്റ് ആഡ് അപ്പ് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് ദീർഘമായ സന്തോഷമുള്ള ജീവിതം ഉണ്ടാക്കാൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. അതാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ ഒരു എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ച് പറഞ്ഞു. പ്രായത്തിന്റെ, നമ്മുടെ മുന്നിൽ ഒരു മുയലുണ്ടെന്നിരിക്കട്ടെ. അവിടെ ഒരു മുയൽ നിങ്ങളുടെ പ്രായമാണ്. ആ മുയൽ അവിടെ സ്ഥിരമായി നിൽക്കുന്നു. നിങ്ങൾ ഓടി 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 ആ മുയലിന്റെ അടുത്ത് എത്തുന്നു. നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കും. ഇങ്ങനെ ചിന്തിക്കുക, ആ മുയൽ വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ പിറകെ ഓടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾ ആ മുയലിന്റെ അടുത്ത് എത്തില്ല, നിങ്ങൾ മരിക്കില്ല. ഇതാണ് ആന്റി ഏജിങ്. മനോഹരമായ കഥ. അതോടൊപ്പം തന്നെ അതിൽ പറഞ്ഞ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നമ്മൾ ആവർത്തിക്കുകയാണ്, അതിന്റെ റെപ്പിറ്റേഷൻ ആണ്. ആക്റ്റീവ് മൈൻഡ്, യൂത്ത്ഫുൾ ബോഡി. നമുക്കൊരു ഊർജ്ജസ്വലമായ മനസ്സും ഒരു ചെറുപ്പത്തിന്റെ ശരീരവും ഉണ്ടാവണം. ചെറുപ്പക്കാരുടെ ശരീരം, പ്രജ്വലമായ മനസ്സ്, ഇതാണ് നമുക്ക് ആവശ്യം. അതിനു വേണ്ടിയാണ് കാര്യങ്ങൾ പറയുന്നത്. അതിൽ 1-ാമത്തെ കാര്യം പറഞ്ഞത് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അക്യൂസ്ഡ് ഓഫ് കില്ലിംഗ് ലോഞ്ചിവിറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ആ ദീർഘകാലത്തെ ജീവിതത്തിനെ തകർക്കുന്ന ആ ശത്രു നമുക്കൊന്ന് പഠിച്ചു നോക്കാം. സ്ട്രെസ്. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും, ഈ ഇരിക്കുന്ന പ്രേക്ഷകർ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ ദിവസം ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കുക, നിങ്ങൾ എത്ര തവണ സ്ട്രെസ് ആയിട്ടുണ്ട്? നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാരണം സ്ട്രെസ് കൂടിയിട്ട് സ്ട്രെസ് ഉണ്ടായി എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. ഇപ്പൊ ഈ പ്രേക്ഷകർക്ക് പലരും ഇതിൽ ഈ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് പലർക്കും വരാൻ പറ്റില്ല. കാരണം അവരൊക്കെ സ്ട്രെസ്സിലാണ്. ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ, തൊഴിൽ സ്ഥലത്തെ സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധികൾ, ഇതൊക്കെ ആലോചിച്ച് ഇവിടെ വരാൻ പറ്റാത്തവരുണ്ട്. അതാണ് സ്ട്രെസ്സിന്റെ ഒരു കഥ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ, സാർ അതിന് ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. സ്വസ്ഥതയില്ലാത്തൊരു മനസ്സ്, അതായിരിക്കും സ്ട്രെസ്. ഈ സ്ട്രെസ്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ കൊടുത്ത ക്യാപ്ഷനാണ് വളരെ രസകരമായ കാര്യം. അക്യൂസ്ഡ് ഓഫ് കില്ലിംഗ് ലോഞ്ചിവിറ്റി. നിങ്ങളുടെ ദീർഘകാല ജീവിതത്തെ അല്ലെങ്കിൽ ആ ആയുസ്സിനെ നശിപ്പിക്കുന്ന ശത്രുവാണ് നിങ്ങളുടെ സ്ട്രെസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എവിടുന്നാണ് സ്ട്രെസ് നിങ്ങളിൽ തുടങ്ങിയത്? നിങ്ങളുടെ അമ്മ നിങ്ങളെ ഗർഭാവസ്ഥയിൽ സ്വീകരിക്കുമ്പോൾ ആ അമ്മയുടെ ഓരോ സമ്മർദ്ദങ്ങളും നിങ്ങളിലേക്ക് ഈ സ്ട്രെസ്സിനെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട്, അങ്ങനെ ജനിച്ച കുട്ടിക്കാലം, അവിടെയും സ്ട്രെസ്. സ്കൂളിലെത്തിയാൽ സ്ട്രെസ്സോട് സ്ട്രെസ്. അത് കഴിഞ്ഞൊരു തൊഴിൽ കിട്ടാൻ അതിനേക്കാൾ സ്ട്രെസ്. പിന്നീട് വിവാഹ ജീവിതം, അതിനുശേഷം സന്തതികൾ. സ്ട്രെസ് എവിടെയും അവസാനിക്കുന്നില്ല. ഒരു LD ക്ലർക്കായ ഒരാൾ സർവീസിൽ കയറുന്നിരിക്കട്ടെ, അയാൾക്ക് LD ക്ലർക്കുകാരന്റെ സമ്മർദ്ദം. അയാളുടെ ഒരു പ്രൊമോഷൻ ആകുമ്പോൾ അതിനേക്കാൾ സമ്മർദ്ദം. അതിൽ ആ ഓഫീസിൽ ഏറ്റവും ഉയർന്ന ജോലി വന്നാൽ ഏറെ സമ്മർദ്ദം. എനിക്കിതൊക്കെ ആലോചിച്ചിടയ്ക്ക് ചിരി വരാറുണ്ട്. ഏതൊരു ഓഫീസിൽ പോയാലും ചിരിക്കുന്ന മുഖങ്ങളില്ല, എവിടെയും അസ്വസ്ഥതകളുടെ മിന്നായം പോലെ കാണുന്ന മുഖങ്ങൾ. ഇവിടെ എന്തോ പ്രശ്നമില്ലേ? അപ്പോൾ ഒരു ചോദ്യം എന്നോട്, എന്താ മാഷിക്ക് സ്ട്രെസ് ഇല്ലേ? ഇല്ലെന്ന് ആരാ പറഞ്ഞു? പക്ഷെ ആ സ്ട്രെസ്സിനെ മനോഹരമായി മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് എന്റെ ജീവിത വിജയം. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടാക്കി തരാൻ പറ്റും എന്ന് എനിക്ക് അതിന് കഴിഞ്ഞ ആത്മവിശ്വാസം തന്നെയുണ്ട്. കാരണം ഇതൊരു ഗെയിമാണ്. ലൈഫ് ഇസ് എ ഗെയിം. നമ്മുടെ ജീവിതം ഒരു ഗെയിം പോലെ കാണും. നമ്മൾ ആ ശാശ്വതമായി ഇവിടെ എന്താ നേടുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഉത്തരം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ സ്ട്രെസ് അടിച്ച് ഏതെങ്കിലും ഇപ്പൊ എത്രയും വയസ്സായല്ലോ, അതിന് കുറെ മുമ്പേക്ക് എന്തൊക്കെ സ്ട്രെസ് നിങ്ങൾ അടിച്ചിട്ടുണ്ട്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ചിലർക്ക് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ സ്ട്രെസ് കൂടും. എല്ലാം ഒരു സിനിമയിലെ ചിത്രങ്ങൾ അവസാനിക്കുന്ന പോലെ. നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോയതായിട്ട് വിചാരിക്കും. സിനിമാ തിയേറ്ററിൽ നമ്മൾ കയറുന്നു. ആ ശീതളിമയിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നടനോ തന്റെ ജീവിതം ആരംഭിക്കുന്നു. ക്രമേണ സിനിമ എന്ന ബോധത്തിൽ നിന്ന് തന്നെ നിങ്ങൾ സിനിമയുടെ കഥാപാത്രങ്ങളുടെ കൂടെ എല്ലാ വികാരങ്ങളും പുറത്തു കാണിച്ചുകൊണ്ട് മുന്നേറുന്നു. പണ്ടൊക്കെ തമാശക്ക് പറയാറുണ്ട്, പുതിയ തലമുറക്ക് അറിയില്ലെങ്കിലും പഴയ തലമുറയുടെ ഏറ്റവും വലിയ കഥാപാത്രമായി ജയന്റെ സിനിമ കാണാൻ പോകുമ്പോൾ
ജയൻ സംഘടന നടത്തുമ്പോൾ തൊട്ടടുത്ത സീറ്റിലെ തന്റെ പ്രേക്ഷകനെ, മറ്റൊരു സുഹൃത്തിനെ സംഘടന നടത്തുന്ന പ്രേക്ഷകരുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും തമിഴ് സിനിമാ വേദികളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ കഥാപാത്രത്തിന്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ട് അവിടെ ഇന്റർവെൽ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ബോധ്യം വരുന്നത്, അയ്യോ ഞാൻ തിയേറ്ററിലായിരുന്നു. വീണ്ടും നമ്മൾ പുറത്തുപോയി പോപ്കോൺ ഒക്കെ വാങ്ങിച്ചു വന്ന് വീണ്ടും കഥയിലേക്ക് കടക്കുന്നു. വീണ്ടും മോഹൻലാൽ കഥാപാത്രമാകുന്നു, അല്ലെ മമ്മൂട്ടി കഥാപാത്രമാവും. നമ്മൾ കരയുന്നു, നമ്മൾ ചിരിക്കുന്നു. അവസാനം ചിത്രങ്ങളുടെ പേര് കണ്ട്, എന്തെന്ന് കണ്ട്, ആ സംവിധായകന്റെ ഒക്കെ പേര് കണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു നിങ്ങൾ ഒരു സിനിമ കൊട്ടകയിലായിരുന്നത്. ഇതാണ് ജീവിതം. പക്ഷെ തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ ഈ ശരീരത്തിൽ നമ്മൾ പോകുമ്പോഴാണല്ലോ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു തത്വമാണ് നമുക്ക് സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ ഞാൻ കണ്ടുപിടിച്ച മാർഗം. ഇത് ഇക്കിഗായി എന്ന പുസ്തകമായിട്ട് ബന്ധമൊന്നുമില്ല. ഇനി എങ്ങനെയാണ് സ്ട്രെസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡി, അത് മാത്രം നമുക്ക് നോക്കാം. ഹൗ ഡസ് സ്ട്രെസ് വർക്ക് എന്നാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ലോഞ്ചിവിറ്റി, ഇതോടെ ഒരു പഠനത്തെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ചില പഠനം നടത്തിയായിട്ട് പറയുന്നു. ആ പഠനത്തൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ട്രെസ്സിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം പുസ്തകം മുഴുവൻ പഠിപ്പിക്കലല്ല ഈ കർത്തവ്യം, നിങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കൽ മാത്രമാണ്. അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്താണ് ഇതിന് സ്ട്രെസ്, നമുക്ക് എന്താണെന്ന് പറയാൻ വലിയ നിർബന്ധം കാര്യമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാവുന്നതിന് മനോഹരമായ ഒരു വഴി പറയും. ആ വഴിയിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. ആ വഴിയുടെ പേര് പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് എഴുതി വെക്കാം. മൈൻഡ്ഫുൾനെസ് എന്നാണ് അതിന്റെ പേര്. മൈൻഡ്ഫുൾനെസ്. ഇന്ന് എനിക്ക് തോന്നുന്നു മൈൻഡ്ഫുൾനെസിന്റെ ട്രെയിനിങ് തന്നെ ഒരുപാട് നടക്കുന്നു. വാക്ക് ഒന്ന് വിഗ്രഹിച്ച് നോക്കിയാൽ മൈൻഡ്ഫുൾനെസ്, മനസ്സിനെ നിറക്കുക. ഒരു ബോട്ടിലിൽ വെള്ളം നിറക്കുന്നത് പോലെ മനസ്സിനെ ഓക്കെ, നമ്മുടെ മനസ്സിനെ നമുക്ക് നിറക്കണം. അതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ആ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാണ്. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. പുസ്തകം കയ്യിലുള്ളവർക്ക് നോക്കുന്നതിന് തെറ്റൊന്നുമില്ല. വെദർ ഓർ നോട്ട് ദ ത്രെറ്റ്സ് വി പെർസീവ് ആർ റിയൽ. അത് നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസ്വസ്ഥമാക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നവ ശരിയാണോ, റിയൽ ആയിട്ടുള്ള കാര്യമാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതിന് അപ്പം എന്ത് ചെയ്യണം? ആ മാനസികാവസ്ഥ പുറത്തു നിന്നൊന്ന് കണ്ടു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതിന് മനോഹരമായ പേര് ഉപയോഗിക്കുന്നത് സൈക്കോസൊമാറ്റിക്. നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ മുതൽ നിങ്ങളുടെ ത്വക്കിൽ വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ് പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? അപ്പൊ നമ്മുടെ വയറ്റ് അല്ല എന്നല്ല നമ്മളത് അമാശയത്തിന് ഇങ്ങനെ ഉരുണ്ട് കയറ്റമൊക്കെ ഉണ്ടാവാറില്ലേ? ഇപ്പൊ പരീക്ഷാ ഹാളിൽ എത്താൻ പരീക്ഷ നടക്കാൻ തുടങ്ങുന്ന 5 മിനിറ്റ് മുമ്പേ. പുതിയ വിദ്യാർത്ഥികളുടെ കാര്യമല്ല, അവർക്ക് അതിൽ വിഷയമൊന്നുമല്ല. പണ്ടത്തെ നമ്മുടെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് 1 മിനിറ്റ് വൈകിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആദ്യ ബസ്സിന് പോകേണ്ട നിങ്ങൾക്ക് ബസ് പുറപ്പെടുന്നു, അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഓട്ടം. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആകെപ്പാടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ പറയുന്നത് ഈ പറയുന്ന തരത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തിരിച്ചറിഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്ട്രെസ്സിലാണെന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, അത് നിങ്ങൾക്ക് പല അസുഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സൈക്കോസൊമാറ്റിക് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇന്നത്തെ ഏറെ അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ആണ്. എനിക്കൊന്നൊരു 10-70% ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ആന്തരികമായി ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഇതൊക്കെ തന്നെ തുടങ്ങുന്നത് ഗട്ടിൽ നിന്നാണ്. ഗട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വൻകുടലിന്റെ ഭാഗം. അവിടെ നിങ്ങൾക്ക് സ്ട്രെസ് ആണ് അതിന് കാരണം. അവരുടെ പ്രവർത്തനമാണ്. അതൊക്കെ പിന്നീട് നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരാമെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം.
നിങ്ങളിപ്പോൾ ഒരു സ്ട്രെസ്സിലാണ്, എന്തെങ്കിലും ആവട്ടെ, ഫൈനാൻഷ്യൽ ആവാം, മറ്റ് ഇമോഷണൽ ആവാം, ഫാമിലി ആവാം. ഈ സ്ട്രെസ്സിലാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ, ഒന്നാമത്തെ കാര്യം. അപ്പൊ 70% രക്ഷ. വളരെ സ്ട്രെസ്സിലാണ് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ മറ്റുള്ളവരെ കൊല്ലുന്നു, എന്ത് ചെയ്യുന്നു അറിയില്ല, എല്ലാം വലിച്ചെറിയുന്നു. ചില ഭാര്യമാര് പറയാറില്ലേ, ഭർത്താവിനെ കൊണ്ട് ശല്യം, ഇയാൾ വന്നു കഴിഞ്ഞാൽ ദേഷ്യം പിടിച്ചാൽ എല്ലാം തകർത്ത് കളയും. പറയാറില്ലേ, എനിക്ക് എന്നെ കൺട്രോൾ കിട്ടുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് ആദ്യം ഒന്ന് പുറത്തു കടക്കണം. പറ്റുമെങ്കിൽ ഒന്ന് നുള്ളി നോക്കുക, തന്റെ അവസ്ഥ തിരിച്ചറിയുന്നു. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, എന്തിനായിരുന്നു സ്ട്രെസ്? ആ ചോദ്യത്തിന്റെ തുടക്കമാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ ആദ്യ പടി. അപ്പൊ അങ്ങനെ നമ്മള് കണ്ടെത്തുന്നു. എന്നിട്ട് അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഒന്ന് ടൈം ഔട്ട് എടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ച്, ഒന്ന് ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്ത്, പ്രത്യേകിച്ച് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ശാന്തമായിരിക്കും. അതാണ് ഒരു വഴിയായിട്ട് ഈ പുസ്തകത്തിൽ മൊത്തം പറയുന്നത്. ഈ മറ്റൊരു കാര്യം, ഈ സ്ട്രെസ് കുറച്ചൊക്കെ നല്ലതാണ്. അതിന് യൂസ്ട്രെസ് എന്താ പറയാ, അതിനെ കുറിച്ചുള്ള ചില പഠനങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇനി പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇത് ഇക്കിഗായ് എന്ന പുസ്തകത്തിൽ പറയാൻ കാരണം, ഇങ്ങനൊന്നും ചെയ്യരുത്. എ ലോട്ട് ഓഫ് സിറ്റിംഗ് വിൽ ഏജ് യു. അതായത് നമുക്ക് പ്രായം ഉണ്ടാവാൻ ഒരു കാര്യം, ഈ സെഡൻഡറി ലൈഫ്, അതായത് ഇരുന്നുള്ള പണി. ഇപ്പൊ ഞാൻ വളരെ സങ്കടത്തോടെ പല ബാങ്ക് മാനേജേഴ്സിനും ബാങ്ക് എംപ്ലോയീസിനും നോക്കാറ്, ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. അവർക്ക് എഴുന്നേക്കാൻ പോലും പറ്റാറില്ല. കാഷ്യറൊക്കെ ആണെങ്കിൽ അനങ്ങാൻ പറ്റില്ല, അവർക്ക് അനങ്ങാൻ പറ്റില്ല. അവർ ഒറ്റ ഇരിപ്പാണ്. അത് വലിയ പ്രശ്നമാണ്. ഒന്ന്, ജോലിയിലെ സ്ട്രെസ്. രണ്ട്, ഇരുത്തം. പ്രത്യേകിച്ച് നമ്മുടെ കാഫ് മസിലുകൾക്ക് ഒരനക്കവും കിട്ടുന്നില്ല. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവാൻ ഒരു കാര്യം, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, സ്ട്രെസ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പുറത്തേക്ക് വരികയും അത് ബ്ലഡിൽ കലരുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ പല ഡോക്ടർമാരും കോർട്ടിസോൾ ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അത് ഡയബറ്റീസും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പോലും ഉണ്ടാക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നു. കോർട്ടിസോൾ ഇസ് വെരി ഡേഞ്ചറസ്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ സ്ട്രെസ് ആണെന്ന് തിരിച്ചറിയും. ഇതിൽ പറയുന്നത് സിറ്റിംഗ് ഒഴിവാക്കുക. അതിന് അവരെ കുറച്ച് കാര്യം പറഞ്ഞ് ഞാൻ വായിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യിച്ചു. വാക്ക് ടു വർക്ക് ഓർ ജസ്റ്റ് ഗോ ഓൺ എ വാക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 20 minutes each day. വലിയ പണിയൊന്നുമില്ലല്ലോ. ഒരു 20 മിനിറ്റ് നേരം നടക്കുക. ഇപ്പൊ അത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ കുഴപ്പമുണ്ടാകും നടത്തതിന്. രാവിലെയൊക്കെ നിങ്ങൾ കാണാം, റോഡ് സൈഡിലൂടെയൊക്കെ ആൾക്കാർ നിരവരിയായി നടന്നു പോകുന്നു. ഈ നടത്തത്തിലെ സമയത്തുള്ള പ്രശ്നം എന്താ? ഇവരുടെ കൂട്ടുകാർ ഒന്നിച്ചിരുന്നിട്ടാണ് പോവുക. അവിടെയുള്ള എല്ലാ സംഭവ വികാസങ്ങളും ചർച്ച ചെയ്ത്, ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത്, പ്രതിസന്ധികളും പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആകുലമായി നടക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ. ആ നടത്തം നിങ്ങൾക്ക് ദോഷം ചെയ്യും. പകരം നടക്കുമ്പോൾ നടക്കുക. അത് ബ്രിസ്ക് വാക്കിംഗ് തന്നെ വേണം, അല്ലാത്ത ഒരു നടത്തവും റിസൾട്ട് നൽകില്ല. ഒരു സെഡൻഡറി മൂവ്മെന്റ് മാറ്റും എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലമായി കൈയൊക്കെ ഇങ്ങനെ എന്താ പറയാ നിവർത്തി പിടിച്ചു നടക്കുക. കഴിയുമെങ്കിൽ സംസാരിക്കാതിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് നടത്താം. ഉദാഹരണത്തിന് ഒരാൾ നടക്കുന്നൊന്നിരിക്കട്ടെ, അത് ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒരു ദുഃഖഗാനം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവേത് അയാൾ നടക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കംപ്ലീറ്റ് ഹൃദയത്തെ ബാധിക്കും. മോട്ടിവേഷൻ ഒക്കെ കേൾക്കാം, അങ്ങനെ നടക്കുന്നവരെ കണ്ടില്ല. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. സെക്കൻഡ്, യൂസ് യുവർ ഫീറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ആൻ എലിവേറ്റർ ഓർ എസ്കലേറ്റർ. പുസ്തകത്തിൽ അതുപോലെ ഞാൻ പറയുന്നുണ്ടോ. നടക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ജപ്പാനിലൊക്കെ കുറച്ചുകൂടെ അധികം ഉണ്ട്. എലിവേറ്റർ, അതേമാതിരി എക്സ്കലേറ്ററിലുണ്ട്. ഇപ്പൊ എല്ലാ റെയിൽവേ സ്റ്റേഷനും കൂടെ എസ്കലേറ്റർ, അതിൽ കയറി നിന്നാൽ മതി, നിങ്ങൾ പോയിക്കോളൂ മുകളിലോട്ടും താഴോട്ടൊക്കെ. കഴിയുമെങ്കിൽ ലിഫ്റ്റ് ഒഴിവാക്കുക, നടക്കുക എന്നാണ് പറയുന്നത്. അത് മസിൽസിന് നല്ലതാണ്, ശ്വാസം റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നല്ലതാണ്, ഒക്കെ അതിൽ പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന്, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത്, പലപ്പോഴും യാത്ര ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സമയം കിട്ടുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ചിരുന്ന ആൾക്കാർ സന്തോഷത്തോടെ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന പണ്ടത്തെ ടീ ഷോപ്സ് എന്നൊക്കെ ഉണ്ടല്ലോ, ചായക്കടകൾ, ഇന്ന് അവ ഇല്ലാതായി. ഇന്നെല്ലാം റെസ്റ്റോറൻറ്റ്സിലേക്കായിരുന്നു. പക്ഷെ ചിലപ്പോൾ വലിയൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിരിക്കാം. പക്ഷെ അതല്ലാതെ ഒന്നിച്ചിരുന്ന്
ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പല കൂട്ടായ്മകളും ടൂറൊക്കെ നടത്തി സന്തോഷിക്കുന്നത് കാണാറുണ്ട്. സന്തോഷം. ഇതൊരു ശീലമാക്കുന്നവരാണ് ഈ ഒക്കിനാവൻ ജനത. അവർ എല്ലാ ദിവസവും വൈകുന്നേരം ആ ഗ്രാമത്തെ, ആ വില്ലേജിലെ മുഴുവൻ ആൾക്കാർ ഇരുന്ന് പരസ്പരം തമാശകൾ പറഞ്ഞ് ഡാൻസ് കളിച്ച് അവർ സമയം പോക്കും. നമ്മുടെ സോഷ്യൽ ഗ്യാതറിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഹോർമോൺ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്തു വരുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമുക്ക് പാട്ടുകൾ കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നുന്നത്. ഞാൻ പറയുന്നു, ഡാൻസ് കളിക്കൂ. പറ്റുമെങ്കിൽ വീടുകളിലൊക്കെ നടക്കട്ടെ, സന്തോഷിക്കട്ടെ, ഒന്നിച്ചിരുന്ന്. ഈ പല വീടുകളിൽ പോലും ഇപ്പോൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് അവസാനിച്ചില്ലേ? അച്ഛനും അമ്മയും മക്കളൊക്കെ തന്നെ ഈ മനോഹരമായ ഈ മൊബൈൽ ഫോണിന്റെ ലോകത്ത് അവർ ചുരുങ്ങി പോകുന്നില്ലേ? ഈ അടുത്ത കാലത്ത് ഒരു പഞ്ചായത്ത് അത്താഴമുണ്ണാം ഒരു ഒന്നിച്ചിരുന്ന് അത്താഴമുണ്ണുക എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അതിന് വന്നിട്ട് ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിച്ചു. അപ്പൊ ഞാൻ ഒരുപാട് ജനങ്ങൾ അത് കേൾക്കാൻ വരുമായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് ആ പരിപാടി പിന്നീട് പഞ്ചായത്ത് ചെയ്യുന്നില്ല. പക്ഷെ അന്ന് ഒരു വലിയ ചർച്ച നടന്നു. വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കുറെ ചിരിക്കുന്നു, സംസാരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മൊബൈൽ ഒഴിവാക്കി. ഇപ്പൊ കർണാടകത്തിലെ ഗ്രാമത്തിൽ തുടങ്ങി കഴിഞ്ഞു. വളരെ വലിയ റിസൾട്ടാണ് ആ ഗ്രാമത്തിൽ ഉണ്ടാവുന്നത്. കൂട്ടായ്മ. ഇപ്പൊ ഈ വ്യാഴാഴ്ചത്തെ എന്റെ ലക്ഷ്യം ഇതൊരു ഒരു ഡിജിറ്റൽ കൂട്ടായ്മ ഉണ്ടാക്കാനാണ്. അത് വലിയ കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഞാനും അത്തരം കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്കും അതിലേക്ക് വരാം. അടുത്തത്, റീപ്ലേസ് യുവർ ജങ്ക് ഫുഡ് വിത്ത് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ആഹാരത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ ഇക്കിഗായി എഴുതിയ കാലഘട്ടത്തിന്റെക്കാൾ ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറയുന്നത് ആർക്കെങ്കിലും വിളക്ക് കത്തട്ടെ, ഒരു ബ്രെയിനിൽ മാറ്റം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ്. കേരളത്തിലെ നഗരങ്ങൾ മുഴുവൻ, ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ രാത്രികളിൽ തുറക്കുന്ന ഹോട്ടലുകളും 3 മണിവരെയൊക്കെ തുറക്കുന്ന ഹോട്ടലുകൾ, അവിടെയൊക്കെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും വന്നിരുന്ന് ആഹാരം കഴിക്കുന്ന അതിദയനീയമായ കാഴ്ച. ആ വാക്ക് അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അവിടുന്ന് കഴിക്കുന്ന ആഹാരത്തിന്റെ സമയത്തിന്റെ പ്രശ്നം. 2, കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഗ്രിൽഡ് ചിക്കൻ. എത്ര പേർക്കറിയാം ഈ പൊരിച്ചതും വറുത്തതും നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കോശങ്ങളിൽ ഉണ്ടാവുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. അതിന്റെ പേര് ഗ്ലൈക്കേഷൻ എന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ആ സെല്ലുകളെ നശിപ്പിക്കുന്നു. ഒന്ന് ഉറക്കത്തിന്റെ സിർക്കാഡിയൻ റിതം തകരാറാക്കുന്നു. അൾട്രേഡിയൻ റിതം, സിർക്കാഡിയൻ റിതം എന്നൊക്കെ പറഞ്ഞ റിതമുണ്ട്. നിങ്ങളുടെ സന്തുലനാവസ്ഥയുള്ള ശരീര പ്രവർത്തനങ്ങളുടെ അവസ്ഥയെ ആകെ താറുമാറാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണശീലം. രണ്ടാമത്തത് ജങ്ക് ഫുഡ് എന്ന വാക്കെന്നെ അവിടെ ഉപയോഗിച്ചു. നമുക്ക് പോലും അറിയില്ല ജങ്ക് ഫുഡ്. നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന, പേര് പറഞ്ഞാൽ ചിലപ്പോൾ കമ്പനിക്കാർ, ഇത് റെക്കോർഡൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് പോകുന്നതാണോ ഞാൻ പറയുന്നില്ല, നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കാവുന്ന വാക്കാണ് ജങ്ക് ഫുഡ് എന്നത്. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമായ ഗട്ടിൽ സ്നേഹത്തോടെ നിങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ഗട്ട് ബയോട്ട, ഗട്ട് ബയോംസ് അല്ലെങ്കിൽ ഗട്ട് ബാക്ടീരിയകളെ നിങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കുകയില്ലെങ്കിലും അവയെ നശിപ്പിക്കരുത് പ്രിയപ്പെട്ടവരെ. ഉത്സവ സ്ഥലങ്ങളിലും എല്ലാം തന്നെ പോയി നോക്കിയാൽ കാണാവുന്ന ഭക്ഷണങ്ങളൊക്കെ അത് ജങ്ക് ഫുഡാണ്. ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൽ പണ്ട് ഇത്തരം ഫുഡ് ഉണ്ടായിരുന്നില്ല. വറുത്തതും പൊരിച്ചതും ഇത്രയും ഉണ്ടായിരുന്നില്ല. ചേനയും കാച്ചിലും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന അരോഗ ദൃഢഗാത്രരായ ആൾക്കാർ, അവരെ പരിഹസിച്ച പുതിയ തലമുറ, അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് കഴിച്ചാൽ എന്താണ് സാർ? പലപ്പോഴും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് ഞാൻ സുമേഷൊക്കെ പറയാറുണ്ട്. എന്ത് പറയാം, ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രേക്ഷകരുടെ എണ്ണമാണെങ്കിലും അവരെങ്കിലും ഒന്ന് ഇത് മനസ്സിലാക്കിയെങ്കിൽ എന്നൊരു സന്തോഷം. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ്,
അടുത്തത് റീപ്ലേസ് യുവർ ജങ്ക് ഫുഡ് വിത്ത് ഫ്രൂട്ട്. അതായത് ഇക്കിഗായിൽ പറയുന്ന ഒരു പ്രധാന ഒക്കിനാവൻ പീപ്പിൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫ്രൂട്ടാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ഹെൽത്ത് സെഷൻ കൂടെ ആയാൽ സന്തോഷം. ഫ്രൂട്ടുകൾ കഴിയുമെങ്കിൽ രാത്രി കഴിക്കാതിരിക്കും. കാരണം ചിലർ പറയും ഞാൻ ചോറ് നിർത്തി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നിർത്തി എന്നിട്ട് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്നു. ഇതിന്റെ ഡബിൾ നഷ്ടമാണ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസിന്റെ ഒരു ഏട്ടനാണ് ഫ്രക്ടോസ്. അതും കഴിച്ചിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നത്. കഴിയുമെങ്കിൽ ആഫ്റ്റർ 6 ഡോണ്ട് ടേക്ക് എനി ഫ്രൂട്ട്. രണ്ടാമത്തത് ജ്യൂസ് കഴിക്കുന്ന അവസ്ഥ. ജ്യൂസുകളിൽ കഴിക്കുന്ന സമയത്ത് വൈറ്റമിൻസ് മുഴുവൻ കട്ട് ചെയ്തു പോകും. കഴിയുന്നത് ഹോൾ ഫ്രൂട്ട് കഴിക്കുക, മുഴുവൻ ഫ്രൂട്ട് കഴിക്കുക. മാങ്ങയാണെങ്കിൽ അതിന് ജ്യൂസ് കഴിക്കരുത്. ആർക്കെന്നോട് ചോദ്യം ചെയ്യാനുണ്ടോ? അതോടൊപ്പം തന്നെ ആൽക്കലൈനുള്ള കുക്കുംബർ നിങ്ങൾക്ക് രാത്രിയിൽ കഴിക്കാം, കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് എ ഫ്രൂട്ട്. കഴിയുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ശീലമുള്ളവർ ഇതൊന്ന് തിരുത്തുക. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഫ്രൂട്ട്സിലേക്ക് മാറുന്നത് നല്ലതാണ്. ഫ്രൂട്ടേറിയൻസ് ആവാം, പകരം ജങ്ക് ഫുഡ്. അത് രാത്രിയിലെ കാര്യം പറയല്ലോ, പകലും രാത്രി കഴിച്ചോളൂ. അതിൽ തന്നെ രസകരമായ ഒരു കണക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടുകാരുടെ ഒരു തെറ്റിദ്ധാരണ, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. 1 കിലോ ആപ്പിളും 1 കിലോ ലിച്ചിയും 1 കിലോ പേരക്കയും മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫ്രൂട്ട് കടയിൽ പോയി ആദ്യം വാങ്ങുക നാഭിജാത്യ ചിഹ്നമായ ആപ്പിളായിരിക്കും. കുറച്ചും കൂടെ ആൾക്കാരെ എന്റെ നാട്ടുകാർ അധികം കഴിക്കാത്തതുകൊണ്ട് ലിച്ചി ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആപ്പിളിന്റെയും ഈ ലിച്ചിയുടെയും വൈറ്റമിൻ സി എടുത്ത് നോക്കിയാൽ അത് നമ്മുടെ പേരക്കയുടെ അടുത്ത് വരില്ല. ഇത് മനസ്സിലാക്കിയവർ ഇപ്പോൾ പേരക്ക വാങ്ങാൻ തുടങ്ങിയെന്നത് ഒരു നല്ല കാര്യം. എത്ര പേർക്ക് ഇത്ര അറിവുണ്ട്? സെർച്ച് ചെയ്ത ഗൂഗിൾ. ഒരച്ഛൻ ആപ്പിൾ വാങ്ങി വരുമ്പോൾ വിലയേറിയ അച്ഛനും അല്പം ഈ പറയുന്ന പേരക്കെ വാങ്ങിച്ചു വരുമ്പോ ഒന്നിനും കൊള്ളാത്ത അച്ഛനുമായി മാറുന്ന ഒരു സമൂഹം. ഒരു ഗുണമുണ്ട്, നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഇതൊന്നും കഴിക്കാറില്ല. ഏതായാലും വളരെ സന്തോഷം, നിങ്ങൾക്ക് ഫ്രൂട്ടിനെ കുറിച്ച് അല്പം കാര്യം പറഞ്ഞുതരാൻ സാധിച്ചത്. ഇനി അടുത്തത്, get the right amount of sleep. അതായത് ഉറക്കത്തെ കുറിച്ചാണ് ഇതിൽ വളരെ വിശദമായിട്ട് പറയുന്നത്. ഇത് പറഞ്ഞു തന്നേ പറ്റൂ. സ്ലീപ്പിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നിട്ടുണ്ട്. 70% അസുഖങ്ങളുടെ കാരണം പ്രോപ്പർ സ്ലീപ്പ് ലഭിക്കാത്ത. എപ്പോൾ ഉറങ്ങണം? കൃത്യമായി പറയാം സമയം. 10 മണി വരെ 2 മണി വരെ ഉറങ്ങിയിരിക്കണം. എന്തിനാണ് നിങ്ങൾ ഉറങ്ങുന്നത് എന്ന് പോലും ഞാൻ പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറക്കം വരുന്നത്? നിങ്ങൾക്ക് ഉറക്കം വരുന്നത് നിങ്ങളുടെ ശരീരം, ഈ ശരീരം ഒരു അത്ഭുത മെഷീനാണല്ലോ. അതിന് കൃത്യമായി ഓരോ അംഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ അറിയാം. ശരീരത്തിനറിയാം ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു നമ്മുടെ വൻകുടലിന്റെ ഭാഗമായ ഗട്ട്. അവിടെയുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോരാളികളായ ഗട്ട് ബയോംസ് അല്ലെങ്കിൽ ഗട്ട് ബാക്ടീരിയ എന്ന് പറയുന്ന ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വിശ്രമം കിട്ടിയേ പറ്റൂ. അവർ ഇതാ 10 മണിക്ക് ഉറങ്ങാൻ തീരുമാനിക്കും. അത് അവരുടെ ഒരു റിത്തമാണത്, സിർക്കാഡിയൻ റിത്തം. ആ സമയത്ത് ഉടനെ ശരീരം പറയുന്നു ഉറക്കമുണ്ടാവട്ടെ. എങ്ങനെ ഉറക്കമുണ്ടാവും? മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഒരു ഹോർമോൺ പുറത്തുവിടും ബ്രെയിൻ. ഈ മെലറ്റോണിൻ ഉണ്ടാക്കുന്നത് സെറട്ടോണിൻ എന്ന് പറയുന്ന ഗട്ട് ബയോംസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഈ മെലറ്റോണിൻ എന്ന് പറയുന്നത്. ആ മെലറ്റോണിൻ ഒരു 5-8 മണിക്കാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഉറക്കം വരിക. ആദ്യം ആ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാൽ മെലറ്റോണിൻ അങ്ങ് പമ്പ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ഊർജ്ജസ്വലത ഉണ്ടാക്കുന്ന കോർട്ടിസോൾ അങ്ങോട്ട് കുറയുന്നു. നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നു. പഴയ കാലത്ത് രണ്ടാമതൊന്ന് പമ്പ് ചെയ്ത് 10 മണിക്കാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങാൻ റെഡിയായി. കാരണം നമ്മുടെ ഉള്ളിലെ എല്ലാ പരിപാടിയും നിർത്തി അവർ അടുക്കളയൊക്കെ പൂട്ടി ഉറങ്ങാനിരിക്കുകയാണ്. അവർ പണ്ടത്തെ ആൾക്കാർ സ്വസ്ഥമായി ഉറങ്ങുന്നു. 2 മണിയാകുമ്പോൾ പരിപാടി കഴിഞ്ഞു. 3 മണിയൊക്കെ ആകുമ്പോൾ ഇതിനുള്ളിൽ അടുത്ത ടീം ഇറങ്ങി, ക്ലീനിങ് ടീം ഇറങ്ങി. അങ്ങനെ നമുക്ക് ഡൈജഷൻ ഒക്കെ എല്ലാം കൃത്യമായി നമ്മൾ ടോയ്ലറ്റിലും പോകുന്ന വിധത്തിലേക്ക് മാറുന്നു. ഇങ്ങനെ ഒരു ഇതാണ് സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. അതിനുള്ളതാണ് ഉറക്കം. ഉറക്കത്തിന് 5 സൈക്കിളുകളുണ്ട്. അത് തലച്ചോറിന്റെ ഓരോ പ്രവർത്തനവും അതുവരെ ഒരുപാട് ലിങ്ക്ഡ് ആണ്. അപ്പൊ ആദ്യം അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഈ ഉറക്കത്തിന്റെ ഈ സിർക്കാഡിയൻ റിതം 10 to 2 വരെ ഉറങ്ങണം. പുതിയ തലമുറയെ കുറിച്ചൊന്ന് നോക്കൂ.
12 മണി വരെ 1 മണി വരെ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരില്ല. കാരണം എന്തുകൊണ്ടാ? മെലറ്റോണിൻ ഉണ്ടാവണമെങ്കിൽ ബ്ലൂ ലൈറ്റ് സെൻസേഴ്സ് ആയിരിക്കും നമ്മുടെ കണ്ണിന്റെ. ഒരുപാട് പട്ടാളക്കാരുണ്ട് ബ്ലൂ ലൈറ്റ് സെൻസേഴ്സ്. അവർക്ക് ബ്ലൂ ലൈറ്റ് ഉണ്ടെങ്കിൽ അവർ പറയും മെലറ്റോണിൻ ആയിട്ടില്ല വരാൻ, കോർട്ടിസോൾ വരട്ടെ. അതുകൊണ്ട് ബ്ലൂ ലൈറ്റ്, നിങ്ങൾ ഏത് ഡിജിറ്റൽ മീഡിയ ആയാലും ബ്ലൂ ലൈറ്റ് ആണ്. അത് യെല്ലോയിലേക്ക് മാറ്റുന്ന ടെക്നോളജി ഉണ്ട്. അപ്പം നേരത്തെ മറിച്ച് നിങ്ങൾ നോക്കുമ്പോൾ ഉറക്കം വരില്ല. അത് അവസാനിപ്പിക്കുക. ഇതെല്ലാം നേരത്തെ ഒരു 9:30 മുമ്പേ, ഒരു അരമണിക്കൂർ മുമ്പേ ഓഫ് ആക്കുക. എങ്കിലേ നിങ്ങൾ ബ്ലൂ ലൈറ്റ് സെൻസേഴ്സ് കറക്റ്റ് ആവും. അങ്ങനെ നിങ്ങൾ നേരെ ഉറക്കത്തിലേക്ക് വരുന്നതിൽ മെലറ്റോണിൻ വരുന്നു. ഇനി നിങ്ങൾ തുടർച്ചയായി വൈകി ഉറങ്ങുന്നു എന്നിരിക്കട്ടെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ തുടർച്ചയായി രാത്രി ഉറങ്ങാതെ നിങ്ങൾ ഊർജ്ജസ്വലരാകുമ്പോൾ നിങ്ങൾ കോർട്ടിസോൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് മെലറ്റോണിൻ പമ്പ് ചെയ്യേണ്ട സമയത്ത് കോർട്ടിസോൾ പമ്പ് ചെയ്യും. എന്താ സംഭവിക്കുക അറിയോ? ക്യാൻസറും ഡയബറ്റീസും പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉറപ്പാണ്. റീസെന്റ് ഞാനൊരു കോൺഫറൻസിൽ പങ്കെടുത്തു, ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫങ്ഷണൽ മെഡിസിൻസിൽ. ആ വിഷയം വളരെ രസകരമായിരുന്നു. മെലറ്റോണിൻ ഡിസ്റപ്ഷൻ ക്രിയേറ്റ്സ് ക്യാൻസർ എന്നാണ് അവരുടെ ഗവേഷണം. ഒരുപക്ഷെ വേദിയിൽ വെച്ച് ഇത് വിളിച്ചു പറയാൻ സാധിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ ചാരിതാർത്ഥ്യമായി ഞാൻ കാണുന്നു. ഈ വന്നിരിക്കുന്ന 70 പേർ ഓരോരുത്തരോടും പറയൂ ഉറങ്ങാൻ. മനോഹരമായ പാട്ടിൽ ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാല് കെട്ടുമ്പോ നമ്മൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു ദുരന്തം! അപ്പൊ ഉറക്കം കൃത്യമായി കിട്ടുന്ന വിധത്തിലേക്ക് മാറണം. ഇനി ഉറക്കത്തിന് 5 സൈക്കിളുകളൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു ബെഡിലേക്ക്, അപ്പോൾ നിങ്ങളുടെ ഗാമ വേവ്സ് വളരെ ആക്റ്റീവ് ആയിരിക്കും. ഏറ്റവും കൂടിയ ആവൃത്തിയുള്ള ഗാമ വേവ്സ്. അവിടെ നിങ്ങൾ പോയി നേരെ ബെഡിലേക്ക് വീഴുന്നു, അല്ലെങ്കിൽ കിടക്കുന്നു. ദെൻ ബീറ്റ വേവ്സ് കുറച്ചും കൂടെ കുറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൽഫ വേവ്സ്. നിങ്ങൾ ഉറക്കത്തിന്റെ വഴുതി വീഴുന്നു, ഉറങ്ങുന്നു നിങ്ങൾ അറിയുന്നു, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. അവനിടയിൽ ഒരു കുറച്ചു സമയം തീറ്റ വേവ്സ് വരുന്നു. പിന്നെ നമ്മൾ ഉറക്കത്തിന്റെ നീണ്ട ഒരു അവസ്ഥയിൽ മാറുന്നു, സുഷുപ്തിയിലേക്ക്. ദാറ്റ് ഈസ് കോൾഡ് ദ ഡെൽറ്റ വേവ്സ്. ഒരു 2:30-3 മണിക്കൊക്കെ ഉറക്കൂലേ? അങ്ങനെ നിങ്ങൾ ഉറങ്ങുന്നു. രാവിലെ ആകുമ്പോഴേക്ക് മെസ്സേജ് എല്ലാം റെഡിയായി, ഉറക്കം മതി എന്ന് പറയുമ്പോൾ മെലറ്റോണിൻ കുറയുന്നു, കോർട്ടിസോൾ കൂടുന്നു. നേരെ റിവേർട്ടായി ഡെൽറ്റ പോയി തീറ്റ വേവ്സ് ആക്ടിവേഷൻ. അപ്പോൾ പണ്ടത്തെ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഗ്രേറ്റ്, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും നടക്കും. ബ്രാഹ്മ മുഹൂർത്തം. തീറ്റ വേവ്സ് കഴിഞ്ഞ് നേരെ പോകുന്നു ബീറ്റ, ആൽഫ കഴിഞ്ഞിട്ട് ബീറ്റ. അങ്ങനെയാണല്ലോ പോവാ. ആൽഫ പോകുന്നു, ആൽഫ ബേസ് മൂവ്മെന്റ്. കുറച്ചും കൂടെ നിങ്ങൾ അനങ്ങുന്നു. പണ്ടത്തെ അവർ എഴുന്നേക്കുന്നു, മുറ്റം അടിക്കുന്നു, അല്ലെങ്കിൽ വെള്ളം എടുക്കുന്നു, നേരെ മൂവിങ്. അത് കഴിഞ്ഞ് നേരെ ബീറ്റയും കഴിഞ്ഞ് ആൽഫയും കഴിഞ്ഞ് ബീറ്റയിലേക്ക് പോകുന്നു. പിന്നെ ഗാമ നമ്മൾ അലർട്ട് ആവുന്നു. ഇതാണ് ഇതിന്റെ പ്രോസസ്. അപ്പോഴേക്ക് 1.5 മണിക്കൂറുള്ള 5 സൈക്കിൾ ഉണ്ടാവും. ഒരു 7 മണിക്കൂർ ഉറങ്ങാൻ അതുകൊണ്ടാണ് പറയുന്നത്. അധികം ഉറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, അത് അപകടം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഉറങ്ങുന്നു, സ്വസ്ഥം. അതുകൊണ്ടാണ് അസുഖം വന്നാല് ഉറക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ഉറങ്ങുമ്പോൾ ഓൾറെഡി സിർക്കാഡിയർ വർക്ക് ചെയ്യും, എല്ലാം പെർഫെക്റ്റ് ആവും. പുതിയ തലമുറയോ ഉറക്കത്ത് തന്നെ പോയി എങ്ങനെയോ ഉറങ്ങുന്നു. എഴുന്നേൽക്കുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്? എഴുന്നേറ്റ ഉടനെ മനോഹരമായ മൊബൈൽ ഫോൺ എടുക്കുന്നു. എന്താ സംഭവിച്ചത്? നിങ്ങളുടെ തീറ്റ വേവ്സ് ആക്ടിവേഷൻ പകരം ജമ്പിങ് ടു ദ ബീറ്റ വേവ്സ് ആക്ടിവേഷൻ. ഡേഞ്ചർ. ഉറങ്ങി എഴുന്നേക്കല്ലോ, ഉണർന്ന് എഴുന്നേക്കാൻ വേണ്ടത്. ഉറങ്ങി എഴുന്നേറ്റ് ഒന്നും ചെയ്തു. ഉണർന്ന് എഴുന്നേറ്റ ഉടനെ തപ്പി നോക്കുകയാണ്, എന്റെ മൊബൈൽ ഉണ്ടോ, അവിടെ തന്റെ കുടുംബാംഗങ്ങളുണ്ടോ എന്ന് നോക്കാൻ സമയമില്ല. This is a disease. Nomophobia is a disease. അപ്പൊ ഈ ഉറക്കം എത്ര പ്രാധാന്യമുണ്ടെന്ന് ശാസ്ത്രീയമായി ഞാൻ പറഞ്ഞു തന്നാ. എനി ക്വസ്റ്റ്യൻസ് യു കൻ ആസ്ക് ആഫ്റ്റർ ദി പ്രോഗ്രാം. സാങ്കേതിക പദങ്ങൾ ഒന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ അതിന്റെ സയൻസ് ഒന്ന് പറഞ്ഞു, സിർക്കാഡിയർ ഇതൊക്കെ പറഞ്ഞു മാത്രം. ഉറങ്ങണം, അത്ര തന്നെ. ഇനി ഉച്ചക്കൊക്കെയുള്ള ചെറിയ സമയത്ത് ഒരു ഉറക്കം ഉണ്ടാവില്ല, നാപ്പ് എന്ന് അതിനെ പറയാം. അത് കളയരുത് പ്രിയപ്പെട്ടവരെ. ഗ്രേറ്റ്. അങ്ങനെ ഉറങ്ങുന്ന ഒരാളായിരുന്നു സഖാവ് EMS നമ്പൂതിരിപ്പാട്. എല്ലായ്പ്പോഴും 1 മണി 1 വരെ അദ്ദേഹം ഇറങ്ങും ഭക്ഷണം. അതിപ്പോ അടുത്ത കാലത്ത് അത് ചില ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളിൽ ഉറങ്ങണം എന്ന് പറയാൻ തുടങ്ങി എംപ്ലോയീസ്. വലിയ മാറ്റം ഉണ്ടാകും. അതായത് നേരത്തെ ഒരു 10 o'clock സ്ലീപ്പ് ടു 5 to 6 അതിനപ്പുറം പോരുത്. അതിന് ശേഷമുള്ള സമയത്ത് നിങ്ങൾ ഉറങ്ങാനും പാടില്ല, അതോ പാടും. ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നവരാണ് ഞങ്ങൾ. 5 മണിക്കൊക്കെ നമ്മുടെ സെഷൻ തുടങ്ങുന്നുണ്ട്. ഞാനൊക്കെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേക്കുന്ന ആളാണ്. 9 to 10 ഇടയിൽ തന്നെ ഉറങ്ങുന്നു. അപൂർവ സമയത്ത് മാത്രം മാറിപ്പോകുന്നു. എപ്പോഴെങ്കിലും സംഭവിക്കുന്നുണ്ടല്ലേ. ദിസ് ഇസ് സയൻസ്. അതാണ് ഇക്കിഗായിൽ പറയുന്ന അടുത്ത പോയിന്റ്.
ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അപ്പൊ ഉറക്കം മനസ്സിലായി. അടുത്തത് മനോഹരമായ കാര്യമാണ്. പ്ലേ വിത്ത് ചിൽഡ്രൻ ഓർ പെറ്റ്സ് ഓർ ജോയിൻ എ സ്പോർട്സ് ടീം. നമുക്ക് വലിയ ഇഷ്ടമല്ലേ കുഞ്ഞുമക്കളോട് കൂടെ കളിക്കാൻ? എന്ത് രസമായിരിക്കും. അതോടൊപ്പം തന്നെ വീടുകളിലെ പട്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ പെറ്റ്സ് ഉണ്ടാവില്ല, ഓരോ ജീവികളാണ് ഒരാൾക്ക് ഉണ്ടാവുക, തത്ത, അവയോട് കൂടെ ഒന്ന് അവരോട് കളിക്കുക. ഇനി ഏറ്റവും നല്ലത് ഇതൊന്നുമില്ല, പശുവിനെ പറ്റും. സ്വിറ്റ്സർലാൻഡിലൊക്കെ പശുവിനെ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഈ ലോഞ്ചിവിറ്റി, ആരോഗ്യം വർദ്ധിപ്പനയില് ഇത് പറയുന്ന വിഷയം വളരെ ഗൗരവമായി കാണുന്നതാണ്. സോ പ്ലേ വിത്ത്. അത് അധികം വിശദീകരിക്കേണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും വീട്ടിലുണ്ടാവും മിക്കവാറും. ബി കോൺഷ്യസ് ഓഫ് യുവർ ഡെയിലി റുട്ടീൻ. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്ന് തലേന്നാൾ തന്നെ എഴുതി വെക്കുകയും അതനുസരിച്ച് ചെയ്യുന്ന ഒരു പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ആസ്വദിക്കാൻ പറ്റും. ഇത് നിങ്ങൾ ആരോഗ്യം വർദ്ധിപ്പിക്കും. കാരണം സ്ട്രെസ് കുറയും. രാവിലെ ഓഫീസിൽ എത്തുമ്പോഴാണ് അറിയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫയൽ എടുത്തിട്ടില്ല. എന്താ കുഴപ്പം? ആരുടെ കുഴപ്പം? തലേന്നാൾ ഇയാൾ ഓഫീസിലാ പോകുന്നില്ല, താരം പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഓർമ്മയില്ലേ? കണക്ക് പുസ്തകം എടുത്തു, അവനെ ഇല്ല, മറന്നുപോയി കണക്ക് പുസ്തകം എടുത്തു, ഇതിന് ഓർമ്മയില്ല. ഇവിടെ ഓർമ്മയില്ല എന്ന് പറയില്ലേ, നിങ്ങൾ ആ സമയത്ത് വേറെ ഓർമ്മിച്ചു എന്ന് മാത്രമാണ്. മറന്നു എന്ന് പറയാൻ പറ്റും, മറവില്ല, അറിയില്ല. അത് പ്രോപ്പർലി ഓർഡർ ആയിരിക്കും. 8 മണിക്കാണ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഞാൻ 7:50 വന്നിട്ട് ഇതെന്തോ പരിപാടി ഉണ്ട്, അതല്ലേ ഓൾറെഡി എന്റെ റിട്ടേൺ ആണ് 8 മണിക്ക് ഇന്ന് പ്രോഗ്രാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഇത് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞോളൂ. കോൺഷ്യസ് ഓഫ് യുവർ ഡെയിലി റൂട്ടീൻ ഇൻ ഓർഡർ ടു ഡിറ്റക്ട് ഹാർംഫുൾ ഹാബിറ്റ്സ് ആൻഡ് റീപ്ലേസ് ദം. ഇതെന്തിനാ നിൽക്കുന്നത്? നമ്മുടെ ശരീരത്തെ നമ്മളെ നശിപ്പിക്കുന്ന ഉപദ്രവകരമായ കുറെ ഹാബിറ്റ് ഉണ്ടാവും, ശീലങ്ങൾ. അപ്പൊ അതില് പണ്ട് പറഞ്ഞിരിക്കുന്ന പുകവലി, മയക്കുമരുന്ന്, മദ്യം, ഇതൊക്കെയാണ് പറയുക. അത് മാത്രമൊന്നുമല്ല, അച്ചടക്കമില്ലായ്മ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. റോങ് ഹാബിറ്റ് എല്ലാം നമ്മുടെ ജീവിതത്തിലെ ഈ മെഷീനെ തകരാറാക്കുന്ന എല്ലാം പ്രശ്നമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധയെ കുറിച്ചാണ് വളരെ വിശദമായിട്ട് പറഞ്ഞത് ഈ പുസ്തകത്തിൽ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ നിങ്ങൾക്ക് ബോധ്യമാണ്. വാക്ക് ടു വർക്ക്, നടക്കുക, കൂടുതൽ നടക്കുക. പിന്നെ എന്താ പറയാ, നമ്മുടെ ലിഫ്റ്റൊക്കെ ഒഴിവാക്കുക, എലിവേറ്റർ ഒഴിവാക്കുക, എസ്കലേറ്റർ ഒഴിവാക്കുക. എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് ചിരിക്കുക. സോഷ്യൽ ലിഷർ ആക്ടിവിറ്റീസ്, വെറുതെ ഒരു സമയമുണ്ട്. എന്നാലും ആഹാരത്തിന്റെ കാര്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞു, ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു, കുട്ടികളൊപ്പം കളിക്കുക. അതുകൂടാതെ ബി കോൺഷ്യസ് ഓഫ് യുവർ ഡെയിലി റൂട്ടീൻ, നമ്മുടെ ഇതിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം ഒരു രഹസ്യമാണ് പറയുന്നത്. നമുക്ക് ശാരീരികവും മാനസികമായ ആരോഗ്യം വേണം. അത് നമ്മുടെ ഇത് നിങ്ങൾ രണ്ട് ബാലൻസ് ആയി നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിലാവും. നിങ്ങളുടെ സ്കിൻ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ മുഖം ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഊർജ്ജസ്വലമാണോ എന്ന് നോക്കിയാൽ മതി. ഇതിൽ കുറച്ച് അധികം പറഞ്ഞത് 9 മണിക്കൂർ ഉറങ്ങണം, അത്രയൊന്നും വേണം, 8 മണിക്കൂർ ഒന്ന് ഉറങ്ങണം. എന്ന് പറയുന്നത് സ്ലീപ്പ് ഈസ് എ കീ ആന്റി ഏജിങ് ടൂൾ. നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നു, ഉറക്കം ഒരു ആന്റി ഏജിങ് ടൂൾ ആണ്. ബിക്കോസ് വെൻ വി സ്ലീപ് വി ജനറേറ്റ് മെലറ്റോണിൻ, എ ഹോർമോൺ ദാറ്റ്, ഞാൻ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ പീയൂഷ ഗ്രന്ഥി, പീനിയൽ ഗ്ലാൻഡ്, അത് സെറട്ടോണിൻ, അതിലൊരു കുറച്ചേ സെറട്ടോണിൻ അതിലുണ്ടാക്കുന്നുള്ളൂ, ബാക്കി നമ്മുടെ ഗട്ടിൽ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ അന്നത്തെ കാലത്തിന്റെ അറിവ് അത്ര കുറച്ച് ഉള്ളതുകൊണ്ടായിരിക്കും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞ വേറെ തരത്തിലാണ്. അപ്പൊ അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. നമുക്ക് അസുഖങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സാധനം ആന്റി ഓക്സിഡന്റ്. അതാണ് അതെന്തെല്ലാം ചെയ്യുന്നു, നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ഒരു ചുരുക്കം പറയുന്നു, ക്യാൻസറിനെ ഇല്ലാതാക്കുന്നു. ഉണ്ടാവുന്നില്ല. ഓസ്റ്റിയോപൊറോസിസ്, കാൽമുട്ട് അല്ലെങ്കിൽ എല്ലുപൊടി എന്ന അസുഖമൊക്കെ ഉണ്ടല്ലോ, കൂടുതൽ സ്ത്രീകൾക്കാ. ഹാർട്ട് ഡിസീസ്, ഹൃദയ പ്രശ്നങ്ങൾ. ഇന്ന് കാർഡിയോ വാസ്കുലർ ട്രീറ്റ്മെന്റ്, കാർഡിയോളജിസ്റ്റിന് വൻ ഡിമാൻഡാണ്. പല ഹോസ്പിറ്റലുകളും പരസ്യം കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇതൊക്കെ വളരെ വിശദമായിട്ട് മെലറ്റോണിൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായത് കേൾക്കുന്നു. ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത്
മെലറ്റോണിൻ പ്രൊഡക്ഷൻ ഡിക്രീസസ് ആഫ്റ്റർ ഏജ് 30. 30ക്ക് ശേഷം 30 വയസ്സിന് ശേഷം ഈ മെലറ്റോണിന്റെ പ്രൊഡക്ഷൻ കുറയും. അതെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം? ഈറ്റിംഗ് എ ബാലൻസ് ഡയറ്റ് ആൻഡ് ഗെറ്റിംഗ് മോർ കാൽഷ്യം. കാൽഷ്യം ഉള്ള ഫുഡ്, എസ്പെഷ്യലി കൈപ്പൊക്കെ ഉപയോഗിക്കാം. പിന്നെ കാൽഷ്യം ഇഷ്ടംപോലെ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെന്റ്സ് കിട്ടും. പിന്നെ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ കുറച്ച് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ, ഈ സൂര്യപ്രകാശം കൊള്ളുക. ഇപ്പൊ ഈ 2 ദിവസം മുമ്പേ സർവേ പറയുന്നത് അൾട്രാവയലറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് വരാം. നമ്മുടെ കാലമൊക്കെ വളരെ ഡേഞ്ചറിൽ പോകുന്നത്, കാരണം അത്രയും ഓസോൺ പ്ലാളില് പ്രശ്നമാണ്. അപ്പൊ അത്ര പറഞ്ഞുകൊണ്ടെങ്കിലും കുറേയേറെ നമ്മൾ സൺബാത്ത് അല്ലെങ്കിൽ സൂര്യക്കുളി എന്ന് പറയുന്നുണ്ട്, മോർണിംഗിലും ഓക്കെ ഈവനിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സഖാവ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് കഴിയുന്നിടത്തോളം അദ്ദേഹം സൂര്യപ്രകാശം കൊള്ളുന്ന ഒരാളായിരുന്നു. അത് ആരോഗ്യത്തിന് ഗുണം ചെയ്തു. പിന്നെ നമ്മൾ ഉറക്കം പറഞ്ഞു, സ്ട്രെസ്, ആൽക്കഹോൾ, ടൊബാക്കോ ആൻഡ് കഫീൻ, പ്രത്യേകിച്ച് കാപ്പി കൂടുതൽ കഴിക്കും. ഇനി ചില പഠനങ്ങൾ അങ്ങനെ പറയും കാഫി നല്ലതെന്ന് പറയുന്നുണ്ടാവും, അതെനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്നതിൽ കാഫി കുറച്ചധികം നന്നല്ല. ഉറങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും കാപ്പി കഴിക്കരുത്. നിങ്ങളെ കഫീൻ നിങ്ങൾ ഉറക്കത്തില്ല, മെലറ്റോണിൻ ഇതിനെ കുറയും. ഇതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമാണ്. ഇനി ഇതിൽ ഏറ്റവും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആന്റി ഏജിങ് ആറ്റിറ്റ്യൂഡുകളെ കുറിച്ചിട്ടാണ്. എന്താ ആന്റി ഏജിങ്? നിങ്ങളുടെ സമീപനം. നിങ്ങൾക്ക് കുറെ കാലം ജീവിക്കണമെന്നുണ്ട്, ആരോഗ്യത്തോടെ വേണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാം? അതൊരു ആറ്റിറ്റ്യൂഡാണ്. അത് യശിവ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠനം പറയുന്നത് പീപ്പിൾ ഹു ലിവ് ദ ലോങ്സ്റ്റ് ഹാവ് 2 ഡിസ്പോസിഷണൽ ട്രേറ്റ്സ് ഓഫ് കോമൺ. അതിൽ ഏറ്റവും കൂടുതൽ ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതായത് ആ ഗവേഷണമാണ് പറയുന്നുണ്ട്, അത് ജപ്പാൻ യൂണിവേഴ്സിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് 2 കാര്യം, ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിക്കുന്നത് സാധ്യമാണോ? യെസ്, ഞാൻ പറയുന്നത് 100% ഇതാ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുറക്കേണ്ട കാര്യമില്ല. പൊതുവെ രാവിലെയൊക്കെ ചെയ്യുന്ന 5 മണി സെഷനിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദ ന്യൂ കമേഴ്സ് ഐ ആം ടോക്കിംഗ്. വി ആർ ഫോക്കസിംഗ് ടു ക്രിയേറ്റ് മോർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ യുവർ ലൈഫ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, സെക്കൻഡ് വൺ, ഇമോഷണൽ അവയർനെസ് ഹൈ ആണ്. ഞാനിങ്ങനെ പഠിപ്പിച്ചു പോയല്ല ചെയ്യുന്നത്, വളരെ പ്രസക്തമായ കാര്യങ്ങൾ നമ്മളെ ബോധതലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഒന്ന് പോസിറ്റീവ്, 2 ഇമോഷണൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുകയാണ് 2026. ഞാൻ പല സെഷനുകൾ പറഞ്ഞ പോലെ ഗൂഗിൾ എക്സിന്റെ ഒക്കെ ഷിയോ ഒക്കെ ആയിരുന്ന മോഗവാഡ് പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു തരത്തിൽ ദുരന്തവും ഒരു തരത്തിൽ നേട്ടവുമായിരിക്കുന്ന കാലാവസ്ഥയിലാണ് 2026 തുടങ്ങുന്നത്. പല ജോലികളില്ലാതാവുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്രയും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഴപ്പം, നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗോൾമാന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായ ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി, ഈ അവയർനെസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പ്രതികരിക്കുന്ന കുട്ടികൾ, പെട്ടെന്ന് പ്രതികരിക്കുന്ന സമൂഹം, ക്ഷമയില്ലാത്തവർ, ഇതൊക്കെ ഈ ഇമോഷണൽ ഇന്റലിജൻസ് കുറയുന്നതിന്റെ പ്രശ്നമാണ്. അതാ പറഞ്ഞ സമൂഹത്തെ അഡ്രസ് ചെയ്യേണ്ട യഥാർത്ഥ പ്രശ്നത്തെ ഇവിടെ ഒരു രാഷ്ട്രീയ സംഘടനകളോ മതസംഘടനകളോ പ്രസ്ഥാനങ്ങളോ അഡ്രസ് ചെയ്യുന്നില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രശ്നം ആ വാക്ക് പോലും കേൾക്കാത്തവരുണ്ട്. അതായത് ആ അവയർനെസ് വർദ്ധിപ്പിക്കത്തക്ക തരത്തിൽ നമ്മൾക്കൊരു കഴിവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏജിങ് എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതെങ്ങനെ? അവിടെയാണ് നമ്മൾ ചില വികാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായ ദേഷ്യം, അസൂയ, പക തുടങ്ങിയ വികാരങ്ങൾ നിങ്ങളിൽ കൂടുതലാണെങ്കിൽ വേറൊന്നും അധികം പറയാനില്ല. പകരം സ്നേഹം, സന്തോഷം, സഹായിക്കാനുള്ള മനസ്ഥിതി, എമ്പതി, ഇതൊക്കെ വളർത്തുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിന്റെ ആന്റി ഏജിങ് ഒരു പ്രശ്നമാവില്ല. നമ്മുടെ പുരാണങ്ങളിൽ, നമ്മുടെ മതഗ്രന്ഥങ്ങളിലെ കഥകളിലൊക്കെ പറയുന്ന സ്നേഹമുണ്ടല്ലോ. പ്രത്യേകിച്ച് റംസാനൊക്കെ തുടങ്ങിയ സമയമാണ്, നോമ്പ്. നബി തിരുമേനിയെ കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മിച്ചു നോക്കുക. സ്നേഹമാണെല്ലാം എന്ന് പറഞ്ഞ നബി യേശുദേവനെ ഒക്കെ തന്നെ സ്നേഹത്തെ കുറിച്ചല്ലോ. നിങ്ങൾ നോക്കിയാൽ എല്ലാ മതങ്ങളിലും സ്നേഹം. ശിബിയുടെ കഥ പറയുന്ന ഇന്ത്യൻ പുരാണം. തന്റെ എല്ലാം ദാനം ചെയ്ത കർണൻ, കവചകുണ്ടലങ്ങളിൽ എല്ലാം
തന്റെ ജീവിതം നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ദാനത്തിന്റെ പ്രാധാന്യം കൊടുത്ത കർണനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളെ കുറിച്ചിട്ടാണ്. അത് ഇംഗ്ലീഷുകാരൻ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം എഴുതിയപ്പോ, ഗോൾമാൻ എഴുതിയപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചത്. പക്ഷേ ക്രോധം പരിത്യജിക്കണം ബുധജനമെന്ന് ഏറെ മുമ്പ് തന്നെ രാമായണത്തിലുണ്ട്, രാമൻ ലക്ഷ്മണനോട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പോ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. എ സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ്. അതായത് നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് തളരാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥ, അതാണ് സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ സമീപനമാണ് മാറേണ്ടത്. എന്തിനോടുള്ള സമീപനം? ആന്റി ഏജിങ് ആറ്റിറ്റ്യൂഡ്. ഏറെ ഞാൻ സന്തോഷിക്കുന്നു, കാരണം ഈ പുസ്തകത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാൻ വന്ന എനിക്ക് സാധിച്ചതിന് Almighty, I am thanking the Almighty and the platform of Yanam and the audience who joined here. നമുക്ക് ഒത്തൊരുമയോടുകൂടി ഈ ലോകം ഒരു സ്വർഗമാക്കാം. Over to them. മാഷിപ്പ് ഇവിടെ വിവരിച്ച കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഇപ്പൊ ചോദിക്കാം. സർക്കാരിയൻ ഋതം എന്ന് പറയുന്ന ആ സിസ്റ്റത്തെ കുറിച്ച് മാഷിവിടെ പറഞ്ഞു. അപ്പൊ എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നതാണ് ഉറക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഒരു കണക്ക് പറയുന്നത് ഇന്ത്യയിലെ ആകെ ഉറക്കക്കുറവ് മൂലമുള്ള രോഗം 24% ഉണ്ടാവേ. പക്ഷെ അത് കേരളത്തില് ഏകദേശം 40% ആളുകൾ ഉറക്കം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട രോഗത്തിന് അടിമകളാണ്. അപ്പോ സാർ ഇവിടെ വിവരിച്ചത് എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മാഷോട് ചോദിക്കാം. Any questions? ക്വസ്റ്റ്യൻസ് അല്ല, ഡിസ്കഷൻ ആണ്. ആരൊക്കെയാണ് ഈ ഇവിടെ ജോയിൻ ചെയ്തെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടോ വിരുദ്ധമായ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. പുസ്തകം ശരിയാവണമെന്നില്ല. ഞാൻ എന്റെ കുറെ നിരീക്ഷണങ്ങളും അതോടൊപ്പം എന്റെ റിസർച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 8 മണിയല്ലേ? അപ്പൊ 8 മണിക്ക് ശരിക്കും വർക്കിംഗ് വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഓഫ് ആക്കി അന്നേരം. അപ്പൊ സംഭവം തെളിവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, പിന്നെ വർക്കിന്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി ഡ്രസ് മാറ്റാത്തതെന്ന് വെച്ചാല് പോകാനുണ്ട്. അപ്പൊ പിന്നെ ഒരു തീരുമാനം എടുത്ത് ഇനിയിപ്പം പോകണ്ടെന്നൊരു തീരുമാനം എടുത്ത് മാഷിന്റെ ക്ലാസ് കേട്ടപ്പോ. താങ്ക് യു രാജേഷ്. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ്, ഇത് കഴിഞ്ഞാൽ നമ്മുടെ ദ സീക്രട്ട് എന്ന പുസ്തകം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യണം. നമ്മുടെ വിജയത്തിന്റെ രഹസ്യം എന്ന പുസ്തകം എനിക്ക് തോന്നുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടതും വായിച്ചതുമായ പുസ്തകം. ഇപ്പൊ അത് മലയാളത്തിൽ കിട്ടുന്നുണ്ട്, അത് സിനിമയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പൈപ്പ് ലൈനിലെ ബുക്കുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ 10x റൂൾ എന്ന് പറയുന്ന കാർഡമന്റെ ബുക്കാണ് എടുക്കുന്നത്, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പുസ്തകമാണ്. അത് കഴിഞ്ഞ് ബാക്ക് ടു സീക്രട്ട് എടുക്കുന്നതിന് കുറച്ച് ബേസിക് നോളജ് കൂടെ ആവശ്യമുണ്ട്. ബൈഡന്റെ മനോഹരമായ പുസ്തകമാണ് സീക്രട്ട് ആൻഡ് ഓൾസോ ദി ഗ്രാറ്റിറ്റ്യൂഡ്. വന്നേ മതി. ക്വസ്റ്റ്യൻസ് പ്ലീസ്. എനി ഡിസ്കഷൻ? പുസ്തകം എല്ലാവരും വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആമസോണിൽ അവൈലബിൾ ആണ് ഈ പുസ്തകം. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. വൈകാരിക ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു യൂട്യൂബ് ചെയ്തിരുന്നു, കൊണ്ട് ആരും കണ്ടുവെന്ന് എനിക്കറിയില്ല. ഇമോഷണൽ ഇന്റലിജൻസ് ഗവൺമെന്റ് സ്റ്റഡി വളരെ ഡീറ്റെയിൽ ആണ്. അത് ലീഡർഷിപ്പ് മോർണിംഗ് സെഷൻസിൽ ഈ പൊതുവായിട്ട് ജനങ്ങളോട് പറയുന്നതിൽ മോർണിംഗ് 5 to 6 ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് നേരിട്ട് എൻട്രി അല്ല, അതിന്റെ ഒരു അത് പുതുതായി വരുന്നവർക്ക് വേണ്ടി അതൊരു 135 ദിവസമായ പ്രോഗ്രാമാണ്. അപ്പൊ അത് പുതിയ ബാച്ച് എന്ന് പറയുന്നത് അടുത്ത തിങ്കളാഴ്ച, വരുന്ന തിങ്കളാഴ്ച 8 മണിക്ക് ആ പ്രോഗ്രാം ഉണ്ട്. അതൊരു ലീഡർഷിപ്സ് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. ദിവസം വില്ലിങ് പുതിയ ആൾക്കാരോടാണ്. നിങ്ങൾക്ക് അതിൽ
കണക്ട് ചെയ്യാം. ഐ തിങ്ക് വിനേഷ് ഗിവ് ദ നമ്പർ. ഹലോ, പക്ഷെ ഞാൻ ദുബായിലാന്ന്, പ്രകാശന്റെ മംഗള. ഞാൻ ഇവിടെ 3:30 സാർ ക്ലാസ് തുടങ്ങുന്നത്. അതാണ് എനിക്കല്ലേ വലിയൊരു ബുദ്ധിമുട്ട്. എന്താണ് ഇവിടുത്തെ സമയം 3:30 രാവിലെ. നിങ്ങൾ മോർണിംഗ് കയറണ്ട. നിങ്ങൾ ഒരു കഴിഞ്ഞാൽ മതി. 8 മണിക്ക് ഒരു സ്പെഷ്യൽ ബാച്ച് ഞാൻ തുടങ്ങും. ജോയിൻ ദാറ്റ് 8 o'clock. നൈറ്റ് 8 o'clock this time. വീക്കിലി 2 days. ഹലോ, അതായത് എങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ദുബായിൽ നിന്നൊക്കെ ഒരുപാട് കൊറീസ് വരുന്നുണ്ട്. അവർക്ക് ടൈം വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ 5 മണി, അവിടെ 3:30 ആണെങ്കിൽ എഴുന്നേക്കരുത്, ഒരിക്കലും എഴുന്നേക്കരുത്. അത് നിങ്ങളെ ബാധിക്കും. പകരം അവർക്ക് വേണ്ടി ആഴ്ചയിൽ 2 ദിവസം 8 മണിക്ക് സെഷൻ വരുന്നുണ്ട്. അതിൽ ഫ്രഷ് ബാച്ച്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ദോസ് ആർ ഇൻട്രസ്റ്റഡ്. അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ നമ്പർ പ്രാവശ്യം അറിയിക്കും. ഇല്ലെങ്കിൽ ഒന്ന് അവിടെ കോൺടാക്ട് ചെയ്യണം. ഞാൻ കുറച്ച് ദിവസം കേട്ടു. അപ്പോ പിന്നെ കുറച്ച് ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, നിങ്ങൾ 3:30 ഒന്ന് എഴുന്നേക്കരുത്. കൃത്യമായ ഉറക്കെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, പറയൂ. താങ്ക് യു. റെസ്പോൺസ് ഫോർ ദുബായ്. ഓക്കെ, രാജേഷ് നമസ്കാരം. രാജേഷാണ്. പറയൂ. മാഷിപ്പോ പറഞ്ഞേ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോ ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇത് കാണാനിടയായി. കാരണം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി വരുന്ന തലമുറ ഈ ഒരു വഴിക്കേക്കാണ് നീങ്ങിപ്പോകുന്നതെന്നുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതില് അനന്ത സാധ്യതകൾ ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് അവര്. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമുക്ക് സംഘടിപ്പിച്ചൂടാ? പക്ഷേ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും ഇമോഷണൽ ഇന്റലിജൻസ് ഒരു ഡീറ്റെയിൽ സബ്ജക്ട് ആണ്. എനിക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് ഇമോഷണൽ ഇന്റലിജൻസ്. നമുക്കൊരു കാര്യം നമുക്ക് ഈ ബുക്കിൽ റിവ്യൂ അത് പറ്റില്ല. ഏതായാലും നമ്മുടെ ഈ മോർണിംഗ് ഈവനിങ് സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ സ്റ്റഡി ഓൺ ഇമോഷണൽ ഇന്റലിജൻസ്. കാരണം ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹുക്ക് ചെയ്യുന്ന പുതിയ സമൂഹത്തിൽ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതിലെ വലിയ പ്രശ്നം. അതെ, ഞാൻ ഒരു ഹെഡ് മാസ്റ്റർ ആണ് ഒരു സ്കൂളിലെ. അവിടുത്തെ കുട്ടികളെ മാനേജ് ചെയ്യുമ്പോഴും ടീച്ചേഴ്സ് മേ ബി ദ സൊസൈറ്റി ഇസ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ്. വലിയ പ്രശ്നമാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പല ഉയർന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് വെരി ടഫ്, വളരെ ടഫാണ് പൊതുസമൂഹത്തെ നമുക്കിത്. കാരണം ഇതൊരു വലിയ ത്രെട്ടാണ് ശരിക്കും. പെട്ടെന്നായിട്ട് നമുക്ക്, കാരണം കുട്ടികളെ ചെറുപ്പത്തിൽ അമ്മമാരെന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഗർഭിണി ആവുന്നതും പിന്നീട് ഗർഭത്തിൽ വരുന്നത്. ഇപ്പൊ ബ്രൂസ് വിൽസൺ പറയുന്ന പോലെ ഈ 7 months to ഡെലിവറി വരെ തീർച്ചയായിട്ടും എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇവരുടെ ബ്രെയിൻ ഒക്കെ ഹാക്ക് ചെയ്യപ്പെടും. ആ മെസ്സേജിൽ കുട്ടി ജനിക്കും. ആ കുട്ടി എന്ത് ചെയ്യും? വലിയ പ്രശ്നത്തിൽ പോകും. അപ്പൊ അവർക്ക് പിന്നെ സ്പാൻ ഓഫ് അറ്റൻഷൻ 8 seconds മേലെ കിട്ടില്ല. 8 seconds 14 ആയിരുന്നു അത്. ജമ്പ് ചെയ്ത് ഇപ്പൊ നോക്കി റീൽസ് ഒക്കെ 8 seconds ഉണ്ടോ? ഇറ്റ് ഈസ് റെഡ്യൂസിംഗ് ടു 5 seconds. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് തിങ്. നിങ്ങൾക്ക് അതിന് ഇമോഷണൽ ഇന്റലിജൻസ് അറിയുന്നവർക്ക് മനസ്സിലാവും അത് വലിയ ത്രെട്ടാണ്. എനിക്ക് ഒറ്റയാൾ പട്ടാളം ചെയ്യാൻ പറ്റില്ല. ഐ വാണ്ട് സപ്പോർട്ട് ഓഫ് മേ ബി ദ ടീം. അപ്പോ ഈ മൊബൈല് ഉപയോഗം മാത്രമാണോ ഇമോഷണൽ കാരണം? അല്ല, വൺ ഓഫ് ദ റീസൺ അവരുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറഞ്ഞത്. 2, കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യം. പിന്നെ ഒന്നിച്ച് കളിക്കുന്നില്ല കുട്ടികൾ. അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കൂട്ടായ്മയില്ലല്ലേ? അതായത് ഇപ്പൊ ഐ തിങ്ക് സ്വിറ്റ്സർലാൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോർവേ, അവരുടെ ചില രാജ്യങ്ങൾ കുട്ടികൾ ഇത്തരത്തിലെ കമ്മ്യൂണിറ്റി ലിവിങ് ഒറ്റ വഴിയുള്ളൂ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് യാനം. കമ്മ്യൂണിറ്റി ലിവിങ്, ഒന്നിച്ചുള്ള ജീവിതം, ഒന്നിച്ചുള്ള സന്തോഷം, ഒന്നിക്കുന്ന അവസ്ഥ വരുമ്പോ ഇമോഷണൽ ഇന്റലിജൻസ് ഹൈക്കപ്പ് ചെയ്യും. ചിരിക്കാനൊന്നും ആർക്കും വരുന്നില്ല ഇപ്പൊ. ഇതിന് വളരെ മസിൽ പിടിച്ച് പിടിക്കാം. നിങ്ങൾ നോക്കിയാടെ എവിടെയെങ്കിലും പോകുമ്പോൾ ചിരിക്കുന്നവരെണ്ണം വളരെ കുറവായി. ഇനി അഥവാ ആരെയും ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കി ചിരിക്കും, അല്ലാണ്ട് അവര് ചിരിക്കില്ല. എനിക്ക് അനുഭവം പേഴ്സണൽ ലൈഫിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടോ. കാരണം ഞാൻ ഇതിൽ ഒബ്സർവ് ചെയ്യുന്നതാണ്. ഇപ്പൊ അധികം ആൾക്കാരോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. നമ്മള് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആയിട്ട് റിലേറ്റഡ് അല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ അതിൽ നിന്നല്ലേ ആർജിക്കുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കില്ലേ നമ്മൾ അതെങ്ങനെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് അവിടെയല്ലേ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളൊരു പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ എങ്ങനെ കരകയറും എന്ന് സ്വയം ഉണ്ടാവുന്ന ഒരു അറിവിനെയാണ് സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്ത് വന്നാലും പ്രശ്നമില്ല, ഞാൻ എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ. എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു വലിയൊരു ഇത് ടച്ച് ചെയ്തൊരു കഥയുണ്ട്. കഥയെല്ലാം നടന്ന സംഭവം ഒരു പട്ടാളക്കാരൻ എഴുതിയ ഒരു അനുഭവക്കുറിപ്പാണ്. ഒരു ഫ്ലഡ് ചെന്നൈയിൽ വന്നപ്പോ വലിയ വെള്ളപ്പൊക്കം വന്നു. ആ സമയത്ത് മുഴുവൻ ആൾക്കാരെയും ഈ സമ്പന്ന ദരിദ്രമൊന്നുമില്ലല്ലോ, കംപ്ലീറ്റ് ആളെ എക്സ്കവേറ്റ് ചെയ്ത് ഒരു ക്യാമ്പിൽ, റെഫ്യൂജി ക്യാമ്പിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡ്യൂട്ടിക്കാരനായ ഒരു പട്ടാളക്കാരൻ എഴുതിയൊരു കഥയാണ്.
കഥയിൽ അനുഭവമാണ്. അപ്പൊ ഇവരിങ്ങനെ ഫുഡെല്ലാം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവസാനം 2 കുട്ടികൾ ബാക്കി, ഒരു ബ്രെഡും 2 കുട്ടികൾ ബാക്കി. അപ്പൊ ഇദ്ദേഹമാണ് കൊടുക്കുന്നത്. ഇദ്ദേഹം 2 കഷ്ണമാക്കി കൊടുക്കാൻ പറഞ്ഞ ഒരു കുട്ടി പറഞ്ഞു, സാർ വേണ്ട, ഇത് അവന് കൊടുക്കുന്നു. അപ്പൊ എന്താ ഈ കുട്ടി ഇവൻ പറയാണ് സാർ, ഞാനൊരു ചേരിയിൽ വളരുന്ന കുട്ടിയാണ്, എനിക്ക് വിശപ്പ് എന്താണെന്ന് അറിയാം. പക്ഷെ ഈ കുട്ടി എനിക്കറിയാം, ആ വീട്ടിൽ സമ്പന്നന്റെ മകനാണ്, ദൂരത്ത് ഇവനെ കണ്ടിട്ടുണ്ട്, അവന് വിശപ്പ് സഹിക്കാൻ പറ്റില്ല സാർ. എന്നുകൊണ്ട് ഇവൻ ഈ മുഴുവൻ ബ്രെഡും ആ കുട്ടിയെ കൊടുത്തിട്ട് ഈ പട്ടാളക്കാരൻ സ്റ്റണ്ടായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു പണ്ട്. ഇതൊരു സ്റ്റോയിക് ആറ്റിറ്റ്യൂഡാണ്. പറഞ്ഞ മനസ്സിലായി. നമ്മുടെ സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് എനിക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സമീപനത്തെയാണ് സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ്. ഇത് വളർത്തിയെടുക്കണം. ഈ ഇരിക്കുന്നവർ, എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ ഒരു 40s and 50s ആണെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾ വരും. പക്ഷെ പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് അവർക്ക് അറിയില്ല ഇതിന്റെ വിഷമം. അത് അവർക്ക് ആറ്റിറ്റ്യൂഡ് കുറയും. അത് അവർ പെട്ടെന്ന് സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് വരും. ടീച്ചർ ചോദിച്ച ചോദ്യം അതാണെന്ന് തോന്നുന്നു. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ. നമസ്കാരം യെസ് പ്ലീസ് പ്ലീസ്. ആരാണ് ചോദിക്കുന്നത്? സാർ, ഞാൻ രാജീവ്. രാജു പ്ലീസ്. സാർ, ഈ ഉത്സവ പറമ്പിൽ പോകുമ്പോൾ ഈ ഓക്സിറ്റോസിൻ പമ്പ് ചെയ്യുന്നല്ലോ, അതിന്റെ ശാസ്ത്രീയത എന്താണ്? 100%. ഞാൻ അവിടെയാണ് ഉത്സവങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു. ഉത്സവങ്ങൾ അത് ഇപ്പോ ഈ പാർട്ടി സമ്മേളനങ്ങളായാലും അല്ലെങ്കിൽ ഉത്സവങ്ങളായാലും സെയിം എഫക്റ്റ് ആണ്. ബ്രെയിനിന് ഇത് രണ്ടും അറിയില്ല. അപ്പൊ ഈ ബ്രെയിനില് ഓക്സിറ്റോസിൻ പമ്പ് ചെയ്യണമെങ്കിൽ കോമൺ ആയിട്ടുള്ള സന്തോഷം. ഉത്സവത്തിൽ പോകുമ്പോൾ ഒന്നിച്ചുള്ള പാട്ടുകള്, പ്രോഗ്രാംസ്, ഡാൻസസ്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രൊഡ്യൂസ് ചെയ്ത്, ഇത് നിങ്ങൾ പറയുന്നത് വേണ്ട, നിങ്ങൾ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ അത് ഒരു കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് ഹോർമോണാണ്. അപ്പൊ നിങ്ങൾക്ക് പൊതുവെ നല്ല സന്തോഷമായിരിക്കും. അതുകൊണ്ട് വീടിന്റെ അടുത്ത് 10 ദിവസം ഉത്സവമൊക്കെ വേണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ തൃശ്ശൂർ പൂരം ബെസ്റ്റ് എക്സാമ്പിൾ. ഞാൻ പലതവണ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ടുള്ള 1-2 തവണ പോയിട്ടുള്ളൂ. പക്ഷെ അതിന് റിപ്പോർട്ട്സ് വെച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ തൃശ്ശൂർ പൂരത്ത് പോയവർക്ക് മനസ്സിലാവും. നിങ്ങൾ അവിടെ ഒരു ദിവസം എൻട്രി ചെയ്താൽ പിറ്റേ ദിവസം ഇറങ്ങാം. അത്രയും ആൾക്കാരുടെ വാദ്യങ്ങളൊക്കെ, അവിടെ ജാതി മതമൊന്നുമില്ലല്ലോ, എല്ലാവരും ഒന്നിച്ച് ഒരു എന്താ പറയാ, എന്ത് രസമാണെന്ന് അറിയാം. അവര് കുറച്ച് ദിവസങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഒരു നാട്ടിലൊരു ഉത്സവം നടന്ന കുറെ കാലത്തേക്ക് അതിന്റെ സന്തോഷം ഹോസ്പിറ്റൽസ്. തീർച്ചയായിട്ടും നമുക്ക് ഒറ്റ വഴി ഉത്സവങ്ങളാണ്. അത് പൊതുവായിട്ട് വരുന്ന സന്തോഷം, വീടുകളിലെ സന്തോഷം. ഇപ്പൊ നമ്മളിത് തിരിച്ചു പോകുന്നത് ഇപ്പൊ കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയങ്ങളിലാണ്. ഏതൊക്കെ കാറ്ററിംഗ് യൂണിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട്. അത് ഹൈലി പമ്പ് ചെയ്യുന്ന സംഭവമാണ് ഓക്സിറ്റോസിൻ. ഇപ്പൊ അതിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പതിയ സംഭവം. ഓക്കെ, ആണ്ടല്ലോ. ഓക്കെ, ഗുഡ്. പരമാവധി ഉത്സവങ്ങൾ കാണാൻ പോകുന്ന ഒരാളാണ് ഞാൻ. സാറേ, എന്റെയൊക്കെ ചെറുപ്പത്തിലെ കപ്പവാട്ടം എന്ന് പറഞ്ഞ പരിപാടിയാണ് ഞങ്ങളുടെ മലയോരത്ത്. മലയോര മേഖലയില് ഭയങ്കര, ഇപ്പൊ സാറ് പറഞ്ഞപ്പോ അത് ഓർമ്മ വരിക. ഭയങ്കര എല്ലാവരും കൂട്ടമായി കൂടി നിന്നുകൊണ്ട് കുടിക്കാന്ന് അറിയാതെ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. അന്നത്തെ കല്യാണ കൂട്ടായ്മയൊക്കെ പോലെ തന്നെ ഒരു രസകരമായ സാറിന് അറിയാവുന്നറിയില്ല, ഞങ്ങളുടെ മലയോര മേഖലയിലുള്ള കപ്പവാട്ടം. ഇപ്പൊ ഇതിനെ കുറിച്ച് മാത്രം ഒരു ഹാർവർഡ് യൂണിവേഴ്സിറ്റി സ്റ്റഡി ഉണ്ട്, ഈ കമ്മ്യൂണിറ്റി ഹാപ്പിനെസ്. അത് നല്ല രസമുള്ള സംഭവം. ഇതൊക്കെ എവിടേക്കോ യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോഴേ നമ്മുടെ നാട്ടിൽ ഇതാരും അറിയുന്നില്ലെന്നോ. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നമുക്കൊരു കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയി നോക്കിയാട്ടെ, എന്ത് രസമായിരിക്കും. ഒന്നിച്ച് സ്കൂളിൽ പോകുന്ന സമയം ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പൊ ഈ ബസ്സിൽ കയറി വരുന്ന ടീമല്ല, ഒന്നിച്ച് നടന്ന് കളിച്ച് അടിയൊക്കെ കൂടി പോകുന്ന ഒരു കാലഘട്ടമല്ലേ. അവരൊക്കെ ഈ നേരത്തെ ടീച്ചർ ചോദിച്ച ഈ സ്റ്റോയിക്, ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചാണെങ്കിൽ ഇപ്പൊ പറയാം, സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ്, അതായത് ഈ സ്ട്രഗിൾ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ഐ വിൽ ടെൽ സർ വൺ തിങ്. തായ്ലൻഡിൽ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചത് വന്ന് ടി വിയിൽ കണ്ട കാര്യമാണ്. ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ. അതായത് ഒരു 13 കുട്ടികളും ഒരു കോച്ചും ഒരു ഗുഹയിൽ കുടുങ്ങുകയും അവിടെ ഫ്ലഡ് വന്നിട്ട് ഇവരെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ രസമൊന്നല്ല, ഇവര് പോയി കുടുങ്ങിയത് ആരും കണ്ടിട്ടില്ല, കാരണം ഇത് കാട്ടിനുള്ളില്ല. അപ്പൊ ഇവർ അവിടെ ഇരുന്നിട്ട് ആ സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ് കൂടുതലേ ഈ തായ്ലൻഡുകാർ, സ്പോർട്സ് പീപ്പിളാ. അപ്പൊ അവർ നമ്മളെന്തായാലും പുറത്തു കിടക്കും എന്ന് ഈ കോച്ചായ മനുഷ്യൻ പറഞ്ഞു നോക്കിയാൽ ഒരു സാധ്യതയിൽ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവരുടെ ഈ വൈബ്രേഷൻ അത്രയും വലിയ തോട്ടാണല്ലോ. അത് ഏതോ ഒരു മനുഷ്യൻ കാണുകയും കുറച്ച് സൈക്കിൾ കാണുകയും അത് ലോകം മുഴുവൻ അറിയിച്ച് അവരെ തിരിച്ചെടുത്തൊരു കഥയുണ്ട്. കഥയെല്ലാം നടന്ന സമയം ലൈവായി കണ്ടതാണ്. ഇതൊക്കെ ഈ സ്റ്റോയിക് ആറ്റിറ്റ്യൂഡാണ്. ചില സമൂഹത്തിൽ അതുണ്ട്. ജപ്പാൻ എപ്പോഴും സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ് വളർത്തും. അവിടെ പെട്ടെന്ന് ഭൂകമ്പൊക്കെ വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കിട്ടിക്കൊണ്ട് അവിടെ ഹോട്ടലിൽ പോയി താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ട്രെയിനിങ് ഉണ്ടാവും, എങ്ങനെ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാം. നമുക്കിത് പെട്ടെന്ന് വരും. ഇപ്പൊ ഫ്ലഡ് ഒക്കെ എന്തായാലും വയനാട് റീസെന്റ് ചുരമല, ഇപ്പൊ ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ട് എന്ത് സംഭവിക്കാന്നില്ല. അത് സ്റ്റോയിക് ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ സർ.
പല ആൾക്കാരുടെ പ്രശ്നം സാറായിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് STOIC സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ്. അത് വിശദീകരിച്ച് അടുത്തതിൽ പറയാം. ഒരാളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇമോഷണൽ ആയിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പല ആളുകളെയും ഹാപ്പിനെസ് കളയുന്നത്. അതുകൊണ്ട് ഡിലീറ്റ് ഇമോഷണൽ പാസ്റ്റ് എക്സ്പീരിയൻസ് അത് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പൊ പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് വീണ്ടെടുക്കാൻ പറ്റും. അല്ല അതെന്താ കാര്യം സാർ, ഈ ഡിലീറ്റ് ഈസ് വളരെ ടഫാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലതല്ലോ ഫ്രഷ് പുതിയത് വെച്ച് തന്നെ നേർക്കുക. അതായത് പുതിയ സന്തോഷങ്ങളുടെ ഗ്രൂപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോ ഈ സാധനം പോകും. ചില ആളുകൾക്ക് ഒരു 40 കൊല്ലം 50 കൊല്ലം മുമ്പത്തെ കാര്യം ഇപ്പൊ റീതിങ്ക് ചെയ്തിട്ട് പറയാ എനിക്ക് അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, എന്നെ അങ്ങനെ പറഞ്ഞല്ലോ. അതൊരു ഫാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇമോഷണൽ ആയിട്ടല്ലേ. അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്താൽ കുറെ ഹാപ്പിനെസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാപ്പിനെസ് ഈസ് എ ട്രെയിനിങ് മെറ്റീരിയൽ എന്നാ പറയുക. നിങ്ങൾക്ക് സ്കില്ലാ, ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു സ്കില്ലാ. നീന്തൽ പഠിക്കുന്ന പോലെ ഹാപ്പിനെസ് കൂടാൻ പറ്റും. എന്തായാലും നമ്മുടെ ചർച്ച വളരെ ഗ്രേറ്റ് ആയിട്ടുണ്ട്. എല്ലാ ആളുകളും ആർക്കും ചോദ്യങ്ങളില്ലേ നമുക്ക് അവസാനിപ്പിക്കും. കാരണം എല്ലാവർക്കും ഉറങ്ങേണ്ട സമയം. ബിക്കോസ് രാവിലെ 3:30 ഞങ്ങൾക്ക് എഴുന്നേക്കേണ്ടത്. ഓക്കെ സോ ഞാനിപ്പോ ഇന്ന് 3:45 എഴുന്നേറ്റ ആളാണ്. ഞാൻ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഇന്ന് വൈകുന്നേരം വരെ പോയ ആളാണ്. ഞാൻ ഇന്ന് എത്രയോ സെഷൻസ് ചെയ്തു. ഐ ഡിഡ് സെഷൻസ് ടു ടീച്ചേഴ്സ്. സ്റ്റിൽ ഐ ആം വെരി ഹാപ്പി. എന്റെ ഹാപ്പിനെസ് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എന്നിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടോ. Still I'm excited even in the night moment. No problem. Okay, any questions or we can wind up? അപ്പൊ എല്ലാവരും ലെഷർ ആക്ടിവിറ്റീസിലേക്ക് പോവുക, ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി. ഞായറാഴ്ച വീണ്ടും കാണാം. മൺഡേ സ്പെഷ്യൽ സെഷൻ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്പർ ആരും കൊടുത്തിരുന്നോ? ഐ ഡോണ്ട് നോ ഫോർ ദി ചാറ്റ്. എന്തായാലും എല്ലാവരെയും നല്ലൊരു വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോയി അതൊരു ഹാപ്പിനെസ്സിലേക്ക് എത്തിച്ച രമേശ് മാഷക്ക് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.